ഞാൻ പ്രാർത്ഥിപ്പാൻ കർത്താവ് ഒരു അവസരമൊരുക്കിയതോർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഇതുപോലെ ഒരു ശുശ്രൂഷയ്ക്ക് പിൻപിൽ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രിയ സൈച്ചാൻ കുടുംബം, അവരെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് നിങ്ങൾ എന്നെ ക്ഷണിച്ചതോർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. അതിന് മുഖാന്തരമായ ഡെനിഷിനായിട്ടും സ്തോത്രം ചെയ്യുന്നു. ഞാൻ സൂം മീറ്റിങ്ങിൽ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമാണ്, നമ്മള് ഈ ഭൂഗോളത്തിന്റെ വിവിധ ഇടങ്ങളിലിരുന്ന് ഒന്നിച്ച് സ്തോത്രം പറയുമ്പോൾ ആത്മതലത്തിൽ ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ടാകുകയാണ്. ഒരു ആത്മീക നെറ്റ്വർക്ക്, ഒരു സ്പിരിച്വൽ ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടാകുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഭൂഗോളത്തെ അതിൻ്റെ ഒരു ഭാഗത്തെ എങ്കിലും ഒരു ആത്മമണ്ഡലത്തിൽ ഒന്നിപ്പിക്കാനാണ് ഈ പ്രാർത്ഥനയ്ക്ക് കഴിയുന്നത്. ഒരു വലിയ കാര്യമാണ്. ഇതൊരു നിസ്സാരമായിട്ട് ഒരിക്കലും കാണരുത്. വിവിധ ഇടങ്ങളിലിരുന്ന് നമ്മൾ ഒന്നിച്ച് സ്തോത്രം പറയുമ്പം ഈ എല്ലാ വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും ഇടയിൽ നമ്മൾ ഒരു ആത്മാവിന്റെ, പരിശുദ്ധാത്മാവിന്റെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുമ്പോൾ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. നിങ്ങൾ ഇരിക്കുന്ന ഒരു വീട്ടിലാണ്, നിങ്ങൾ ഇരിക്കുന്ന ഒരു റൂമിലാണ്. പക്ഷെ പൗലോസിന്റെ ഒരു പ്രയോഗമുണ്ട്. പൗലോസ് പറയുകയാണ്, കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. കാരാഗ്രഹത്തിൽ കിടക്കുന്ന അഭിഷിക്തനെ താങ്കൾ എങ്ങനെയാണ് പോരാടുന്നത്? താങ്കൾ ഒരു പ്രത്യേക റൂമിനകത്ത്, ഒരു തടവറയ്ക്കകത്ത് കിടക്കുമ്പോൾ താങ്കൾക്ക് എങ്ങനെ പോരാടാൻ കഴിയും? പൗലോസിന്റെ ഒരു മറുപടി ഇങ്ങനെയായിരിക്കും, എന്റെ ശരീരത്തെ മാത്രമേ ഒരു ഗവൺമെന്റിന് ഒതുക്കി നിർത്താൻ, പിടിച്ചു നിർത്താൻ കഴിയത്തുള്ളൂ. പക്ഷെ എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കും എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ശുശ്രൂഷകൾക്കൊന്നും ഒരു കാരാഗ്രഹവും പരിമിതിയല്ല, ഒരു തടവറയും പരിമിതിയല്ല. ഏത് ചങ്ങലയ്ക്കപ്പുറത്തേക്കും എൻ്റെ അകത്ത് കിടക്കുന്ന ഈ അഭിഷേകത്തിന് പുറപ്പെടാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ ശരീരം മാത്രമേ ഗവൺമെന്റ് ഇവിടെ ബന്ധിച്ചിട്ടുള്ളൂ. എൻ്റെ ആത്മമണ്ഡലം ഇപ്പോഴും ഫ്രീ ആണ്. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരു റൂമിലായിരിക്കും ഇരിക്കുന്നത്, നിങ്ങൾ വിവിധ ഇടങ്ങളിലായിരിക്കും. നിങ്ങളുടെ അക്ഷരീക സാഹചര്യം ഏത് തന്നെ ആയാലും നമ്മൾ പോരാടുന്നത് ശരീരം കൊണ്ടല്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് എല്ലാ പരിമിതികളെയും ലംഘിക്കാൻ കഴിയുന്ന ഒരു ആത്മമണ്ഡലം, ഒരു ആത്മാവിന്റെ ബലം ദൈവം നമ്മുടെ അകത്ത് തന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് എല്ലാ പരിധികൾക്കപ്പുറത്തേക്കും ആത്മാവിൽ ഇറങ്ങിച്ചെല്ലുന്ന രാത്രിയായി ഈ രാത്രി മാറ്റാൻ കർത്താവിന് കഴിയും. എത്ര പേർ ചേർന്ന് അതിനൊരു ആമേൻ പറയാൻ തയ്യാറാകും? അതുകൊണ്ട് നമ്മൾ സൂമിലാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും, സൂമിലാണ് സ്തോത്രം പറയുന്നതെങ്കിലും, ആ സന്നിധി ബോധത്തോടുകൂടെ തന്നെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ കഴിഞ്ഞ ദിവസം തൊട്ടേ ഈ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും സ്തോത്രം പറയും. കർത്താവ്, ഞാൻ എന്താണ് പറയേണ്ടതെന്ന് ചോദിക്കുമ്പോഴൊന്നും കർത്താവ് വ്യക്തമായിട്ടൊന്നും എന്നോട് പറയുന്നില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ പ്ലാനിന് അതീതമായിട്ട്, എൻ്റെ പ്രിപ്പറേഷൻ അതീതമായിട്ട് എന്തൊക്കെയോ കർത്താവ് ഇന്ന് രാത്രി ചെയ്യാൻ പോവുകയാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാനും വളരെ അത്ഭുതത്തോടെ, വളരെ ആകാംക്ഷയോടെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുക, ഈ രാത്രി കർത്താവ് ചെയ്യുന്നത് എന്താണെന്നൊന്നറിയാൻ. ഹല്ലേലൂയ, ആമേൻ. പക്ഷെ പരിശുദ്ധാത്മാവ് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞ ഒരു 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 വിഷയം എന്ന് പറയുന്നത്, അത് വിശ്വാസം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. വിശ്വാസം, ഫെയ്ത്ത്. എനിക്ക് അതിന്റെ എത്രത്തോളം ആഴങ്ങളിലേക്കൊക്കെ പോകാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് ആരൊക്കെയോ വിശ്വാസത്തിൽ ബലപ്പെടാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ ഹിതങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ പ്ലാനിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് നമുക്കൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. അല്ലേ അപ്പാ, ഞങ്ങൾ ഒന്നിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കർത്താവെ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും അപ്പന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾ ഒന്നിച്ച് ചില നിമിഷങ്ങൾ സ്തോത്രം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിക്കണമേ.
എല്ലാ തടസ്സങ്ങളുടെ മേലും ഞങ്ങൾ ആത്മാവിൽ ജയമെടുക്കുകയാണ്. എല്ലാ കെടുതികളുടെ മേലും ഞങ്ങൾ ഒന്നിച്ച് ജയമെടുക്കുകയാണ്. ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യനും ഞങ്ങളുടെ ആത്മമനുഷ്യനും ഞങ്ങളുടെ ദേഹിയും ദേഹവും ഒന്നിച്ച് ദൈവസന്നിധിയിൽ ബലപ്പെടുന്ന ഒരു രാത്രിയായി ഈ രാത്രി മാറട്ടെ. എല്ലാ തടസ്സങ്ങളെയും ഞങ്ങൾ ഒന്നിച്ച് ശാസിച്ച് ജയമെടുക്കുന്നു. അധരാജകൽ ഖമാനഘടക ശംഭുനാദിയ അൽഖമാനിയ റഗൽഖമനഘടകസ്യ രക്തത്താലും വചനത്താലും ഞങ്ങൾ ഒന്നിച്ച് ജയമെടുക്കുകയാണപ്പാ. ഞങ്ങൾ വിശ്വാസത്തോടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. വിശ്വാസത്തോടെ ഞങ്ങൾ അടുത്തു വരുന്നു കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദാസന്റെ കണ്ണ് യജമാനന്റെ കയ്യിലേക്ക് എന്നതുപോലെ അപ്പന്റെ മുഖത്തേക്ക് ഞങ്ങൾ ഈ രാത്രി നോൽക്കുകയാണ്. ഞങ്ങളെ ഓർക്കണമേ, ഞങ്ങളോട് ദയ തോന്നണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖലകളിലും ദൈവകൃപയും ദൈവത്തിന്റെ മഹത്വവും വെളിപ്പെടട്ടെ കർത്താവേ. ഇതിന്റെ പിൻപിൽ സ്തോത്രം അധ്വാനിക്കുന്ന, ഇടിവിൽ നിൽക്കുന്ന, സ്തോത്രം ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ, പ്രിയപ്പെട്ടവരെ എല്ലാം തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കുകയാണ് കർത്താവേ. അവരെല്ലാവരും ഒന്നിച്ച് സന്തോഷിക്കുവാൻ, ഒന്നിച്ച് ആനന്ദിപ്പാൻ ഈ രാത്രി കർത്താവ് പിന്നെയും ഇടയാക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അപ്പന്റെ പാദപീഠത്തെങ്കിൽ അർപ്പിക്കുന്ന കർത്താവേ. ഒരല്പം പോലും മഹത്വം ഞങ്ങൾക്ക് വേണ്ട. അങ്ങയുടെ പുണ്യനാമം മാത്രം മഹത്വം എടുക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ രാത്രി ഓർക്കുക, വിശ്വാസമില്ലാതെ നമുക്കൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ഒരു വാക്യം ഞാൻ വേഗത്തിൽ വായിച്ചിട്ട് നമുക്ക് തുടങ്ങാം. സ്തോത്രം. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 11-ാം അധ്യായം 6-ാമത്തെ വാക്യം. സ്തോത്രം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. സ്തോത്രം. വിശ്വാസമില്ലാതെ നമുക്കൊരിക്കലും കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഈ എബ്രായ ലേഖനത്തിന്റെ മുഖവരയും അതിന്റെ പശ്ചാത്തലവും ഒക്കെ ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ടതായതുകൊണ്ട് ഞാനൊരു ഫോർമൽ ഇൻട്രൊഡക്ഷനിലേക്ക് ഒന്നും പോകുന്നില്ല. നമുക്കറിയാം, യേശു കർത്താവിന്റെ മഹാപൗരോഹിത്യത്തെ എബ്രായ ക്രിസ്ത്യാനികളുടെ മുമ്പിൽ തെളിച്ചു കാട്ടേണ്ടതിന് വളരെ ശക്തമായ രീതിയിൽ, വ്യക്തമായ രീതിയിൽ, ആധികാരികമായിട്ട് എഴുതി അയച്ച ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. ഒരുപാട് വെളിപ്പാടുകളുടെ കലവറ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്തോത്രം. മോശയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയവനെന്ന് പറയുന്ന എബ്രായ ക്രിസ്ത്യാനികളോട്, യഹൂദനോട്, അവൻ മോശയല്ല, മോശയുടെ സൃഷ്ടിതാവാണ് എൻ്റെ യേശു എന്ന് ധൈര്യത്തോടെ പ്രഖ്യാപിച്ചൊരു ഗ്രന്ഥമായി എബ്രായ ലേഖനം. സ്തോത്രം. ഞങ്ങൾക്ക് മഹാപുരോഹിതനായി അഹരോൻ ഉണ്ടെന്ന് പറയുമ്പോൾ, അല്ല, അഹരോനേക്കാൾ വലിയ പുരോഹിതനാണ് യേശു എന്ന് പറഞ്ഞ പുസ്തകം. ഞങ്ങൾക്ക് വാഗ്ദത്തം വിഭാഗിച്ചു തന്ന ഒരു നല്ല യോശുവ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ, ഇല്ല, യോശുവേക്കാൾ വലിയവനാണ് യേശു എന്ന് തെളിയിച്ച പുസ്തകം. അങ്ങനെ അതിന്റെ 1-ാം അധ്യായം തൊട്ട് നമ്മൾ വായിച്ചു പഠിച്ചു വരുമ്പോൾ ക്രിസ്തുവിന്റെ അപ്രമാദിത്യത്തെ, യേശുവിന്റെ മഹത്വത്തെ, അതിന്റെ ആഴങ്ങളെ, ആധികാരികതയൊക്കെ ശക്തമായി വ്യാഖ്യാനിച്ചു വരികയാണ്. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പസ്തോലൻ ഒരു പുതിയ വിഷയം അല്ലെങ്കിൽ ഒരു പുതിയ തലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിലെ ആമൻ അനുഗ്രഹിക്കപ്പെട്ട ആ ശ്രേഷ്ഠന്മാരെ എല്ലാം ഒരു ഒന്നിച്ച് നിരത്തി നിർത്തിയിട്ട് ഇവരുടെ ഒക്കെ ബേസ് എന്ന് പറയുന്നത്, ഇവരൊക്കെ ഈ മഹത്വം പ്രാപിച്ചത് സ്തോത്രം, ഒരൊറ്റ മണ്ഡലത്തിൽ നിന്നായിരുന്നു. ഒരൊറ്റ ഒരു മൂല കാരണമെന്ന് പറയുന്നത് ഫെയ്ത്ത് ആണെന്നാണ് അപ്പസ്തോലനോട് പറയുന്നത്. നമുക്കതിന്റെ ഓരോ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയട്ടെ, സ്തോത്രം, നിങ്ങൾ വിശ്വസിക്കുന്നോ ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് ഒരു അത്ഭുതം ചെയ്യുമെന്ന്?
പ്രൈസല്ലോ, ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, ഒരുപക്ഷെ നിങ്ങളുടെ വിഷയങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഭൗതികമായ ചില വിഷയങ്ങളായിരിക്കാം, ശാരീരികമായ വിഷയങ്ങളായിരിക്കാം, ഒരുപക്ഷെ അതിനപ്പുറത്ത് നിങ്ങൾക്ക് ആത്മീകമായിട്ടുള്ള ഒരു വിടുതലായിരിക്കാം. ഏത് വിഷയമാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം വിശ്വസ്തനാ. പക്ഷെ ഒറ്റ കാര്യം, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഈ രാത്രി നേടണമെങ്കിൽ വിശ്വാസം കൂടാതെ അത് പ്രാപിക്കാൻ കഴിയത്തില്ല. എനിക്ക് ഒത്തിരി സ്തോത്രം ചെയ്യാൻ കഴിയും, ഒത്തിരി പ്രാർത്ഥിക്കാൻ കഴിയും, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷേ എൻ്റെ അകത്ത് വിശ്വാസമില്ലെങ്കിൽ അത് വെറും പ്രാർത്ഥന ജൽപ്പനമായി മാറും, വെറും ജൽപ്പനമായി മാറും. സ്തോത്രം. ഒരു ശബ്ദം, ഹൈന്ദവ വിശ്വാസപ്രകാരം അവരുടെ ഒരു അർച്ചനയുണ്ട്, ശതകോടി അർച്ചന, ശതകോടി അർച്ചന. അത്രയും പ്രാവശ്യം അവരത് ആ അർച്ചന അർപ്പിക്കുമ്പോൾ അവരുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു വിടുതൽ നടക്കുമെന്നാണ്. സ്തോത്രം. ഒരുപാട് പ്രാവശ്യം ഒരു കാര്യങ്ങൾ തന്നെ ഉച്ചരിച്ചാൽ ഒരു കാര്യം സംഭവിക്കുമെന്നുള്ള വിശ്വാസം. സ്തോത്രം. ഞാൻ പറയട്ടെ, അതുപോലെ പോകരുത്. സ്തോത്രം. ഒരുപാട് പ്രാവശ്യം പറയുമ്പം ആ പറയുന്ന ആ വാക്കുകളുടെ സംഖ്യക്കനുസരിച്ച് അനുഗ്രഹിക്കുന്ന ദൈവമല്ല നമ്മുടെ കർത്താവ്. സ്തോത്രം. ഹന്നയൊന്നും ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അവിടെ ഉള്ളു തകർന്ന് ഒന്ന് നെടുവീർപ്പെട്ടപ്പോ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ദൈവത്തിന് വേണ്ടത് എൻ്റെ നിർത്താതെയുള്ള വാക്പ്രയോഗങ്ങളൊന്നുമല്ല, എൻ്റെ വാക്ചാതുര്യമൊന്നുമല്ല. ഹൃദയം തകർന്ന് നുറുങ്ങിയിരിക്കുന്ന സാഹചര്യത്തിനകത്ത് അപ്പ എന്നൊന്ന് തകർന്ന് വിളിച്ചാൽ സ്തോത്രം, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് വിശ്വാസത്തോടെ തന്നെ കർത്താവിന്റെ സന്നദ്ധയിലായിരിക്കാം. നിങ്ങൾ കണ്ടു, തിരുവഴുത്തിനകത്ത് ഒത്തിരി തെളിവുകളിലേക്ക് നമുക്ക് പോകാൻ കഴിയും വിശ്വാസത്തിൽ കൂടെയുള്ള ദൈവപ്രവർത്തികളെ നോക്കിയാൽ. ഞാന് ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞൊരു കാര്യമാണ്. പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചു. കാരാഗ്രഹത്തിൽ അടച്ചു കഴിഞ്ഞപ്പോ സഭ എല്ലാവരും പ്രാർത്ഥിച്ചു. സൂം മീറ്റിംഗ് ഒന്നുമല്ല, അവരൊന്നിച്ചുകൂടി, എല്ലാവരും ഒന്നിച്ചുകൂടി. അവർക്ക് അന്ന് ഇന്നത്തെ പോലെ സ്വാതന്ത്ര്യമൊന്നുമില്ല. കിട്ടിയ ഒരു വീടിനകത്ത് അവർ ഒന്നിച്ചു കൂടിയിട്ട് അവർ പ്രാർത്ഥിച്ചു, കർത്താവേ, ഹെരോദാവിനെ വാളുകൊണ്ട് കൊന്നു, ഞങ്ങളുടെ അഭിഷിക്തൻ പത്രോസിനെയും പിടിച്ചിരിക്കുക, ആമൻ അവൻ വധിക്കാൻ നിശ്ചയിച്ചിരിക്കുക, വിടുവിക്കണമേ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം ദൂതനെ അയച്ചു. കാരാഗ്രഹത്തിൽ നിന്ന് പത്രോസിനെ വിടുവിച്ചു. 1-ാം കാവലും 2-ാം കാവലും പട്ടണത്തിന്റെ ഇരുമ്പ് വാതിലൊക്കെ തുറന്ന് പ്രാർത്ഥിക്കുന്നവന്റെ വീടിന്റെ വാതിക്കൽ, ഡോറിന്റെ വാതിക്കൽ എത്തിച്ചു. ഡോറ് മുട്ടി. ഡോറ് മുട്ടിയപ്പോൾ പേടിച്ചിരിക്കുക. അവിടെ ഒരു സഹോദരി മുമ്പോട്ട് ഓടി വന്നു. അവള് വാതിലിന്റെ അടുക്കൽ വന്ന് ആ ശബ്ദം ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി അത് പത്രോസിന്റെ ശബ്ദമാണ്. ഓടിച്ചെന്ന്, വാതിൽ തുറക്കാതെ ഓടിച്ചെന്ന് അകത്തോട്ട് ചെന്നിട്ട് പറഞ്ഞു, അതെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി പത്രോസിനെ കർത്താവ് വിടുവിച്ച് നമ്മളുടെ അടുക്കൽ കൊണ്ടുവന്നു. ഞാൻ പ്രതീക്ഷിച്ചത് ഒരു വലിയ ഹല്ലേലിയ ആയിരിക്കും. ഞാൻ വിചാരിച്ചത് അവിടെ ഒരു വലിയ സ്തോത്രമായിരിക്കും മുഴങ്ങുന്നത്. പക്ഷേ അവരാ പെങ്കൊച്ചിനോട് പറയും, എടീ, നിനക്ക് വട്ടാണ്. അതിന്റെ അർത്ഥം പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കും, അത് രാത്രിയും പകലും ഇരുന്ന് ഞങ്ങൾ ഒരുപോലെ പ്രാർത്ഥിക്കും, പക്ഷെ പത്രോസ് പുറത്തു വരുമെന്ന് ഒരു വിശ്വാസവും ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവള് പറയുക, അവളോട് അവര് പറയുക, നിനക്ക് വട്ടാണെന്ന്. കാരണം പ്രാർത്ഥിക്കുമ്പോഴും പിശാച് നമ്മുടെ അകത്ത് അവൻ അല്പം പോലും ഇടപെടാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഈ പ്രാർത്ഥനയിൽ ഒരു മറുപടി വെളിപ്പെടത്തില്ല. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, പിശാചിന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് എൻ്റെ അവിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നോ ആ കോട്ടയ ആത്മാവിലൊന്ന് ഇടിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, എൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് വിശ്വാസത്തിന്റെ ഒരു ഉറപ്പ് വെളിപ്പെട്ടാൽ, ഓ ഹല്ലേലൂയ, ഈ യോഗം ആശീർവാദം പറയുന്നതിന് മുമ്പ് ഒരു ദൈവപ്രവൃത്തി നമ്മൾ കാണും. ഹല്ലേലൂയ. അവിശ്വാസത്തിന്റെ കോട്ടകളെ ആത്മാവിൽ ഇന്ന് രാത്രി ഇടിക്കാൻ ഞാൻ എൻ്റെ ഹൃദയത്തിനകത്ത് ഇതുവരെയുള്ള സാഹചര്യങ്ങളുടെ അകമ്പടിയോടെ ഉറപ്പിച്ചു വെച്ച എല്ലാ അവിശ്വാസങ്ങളും, ഇതുവരെയുള്ള എൻ്റെ എല്ലാ അനുഭവങ്ങളൊക്കെ ഒന്ന് മറന്നിട്ട്, അതൊക്കെ ഒന്ന് വിട്ടുകളഞ്ഞിട്ട്, എൻ്റെ ദൈവം ഈ രാത്രിയും പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന് അകത്തുറച്ചൊരു സ്തോത്രം പറയാൻ കഴിയുമോ? ഞാൻ ഒരു ഉറപ്പ് തരാം. എൻ്റെ ഉറപ്പല്ല, ദൈവവചനത്തിന്റെ ഉറപ്പ് തരാം. ഈ രാത്രി, ഇന്ന് രാത്രി, ഇപ്പൊ തന്നെ ഒരു ദൈവപ്രവൃത്തി ചെയ്യാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ വിശ്വാസത്തിനകത്താണ് നമ്മുടെ വിടുതൽ കിടക്കുന്നത്. നമ്മൾ എത്രത്തോളം ദൈവത്തെ വിശ്വസിക്കുന്നു. സ്തോത്രം. പലപ്പോഴും കൂട്ടായ്മകളിൽ ഞാൻ കാണാറുള്ള ഒരു കാര്യമാണ്,
പ്രാർത്ഥനകൾ യാദൃശ്ചികമായി വരികയാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിലേക്ക് വന്നിട്ട് നമ്മളൊക്കെ 8ഉം 10ഉം 12ഉം 20ഉം 25ഉം വർഷമൊക്കെ ആയതുകൊണ്ട് ഏതൊരു സാഹചര്യത്തിനകത്തും പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഒരു നിമിഷം പോലും നമ്മൾ ശങ്കിക്കാതെ നമ്മൾ പ്രാർത്ഥിക്കും, നന്നായിട്ട് പ്രാർത്ഥിക്കും, നല്ല വാക്കുകൾ കൂട്ടിയിണക്കി നമ്മൾ പ്രാർത്ഥിക്കും. ഞാനിത് പറയുമ്പോൾ ഇന്ന് ഈ പ്രാർത്ഥന ലീഡ് ചെയ്തവരാരും ഭാരപ്പെടരുത് കേട്ടോ. ഞാൻ എന്നെ കൂടെ പ്രതിക്കൂട്ടി നിർത്തിയിട്ടാണ് ഈ സംസാരിക്കുന്നത്. സ്തോത്രം. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ലോകത്ത് ആര് പ്രാർത്ഥിക്കുന്നതിനേക്കാളും മനോഹരമായിട്ട് ഏത് സാഹചര്യത്തിലും നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ ദൈവത്തിന് വേണ്ടത് നമ്മുടെ വാക്കുകളല്ല. ഒരിക്കൽ കൂടി ഞാനിത് തന്നെ പിന്നെയും പിന്നെയും ആവർത്തിക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥന ഒരു സാധാരണ സൂം മീറ്റിംഗ് ആയി പോകരുത്. നമ്മുടെ പ്രാർത്ഥന സ്വർഗം ചലിക്കുന്ന ഒരു പ്രാർത്ഥനയായി തീരണം. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾക്ക് ഞാനൊരു പ്രാർത്ഥന കാണിച്ചു തരാം. അപ്പസ്തോലന്മാര് കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അവരെ ദേശത്തെ അധിപതികളെല്ലാം കൂടെ അവരെ പിടിച്ചു, അവരെ ഉപദ്രവിച്ചു. മേലിൽ ഇങ്ങനെ സംസാരിക്കരുതെന്ന് വാക്യവും റെഫറൻസ് ഒന്നും ഞാൻ തരാത്തത് നിങ്ങൾക്കൊക്കെ അറിവുള്ളത് കൊണ്ടാണ്. ഞാൻ അത് എനിക്ക് ഇടയ്ക്ക് പരിശുദ്ധാത്മാവ് തന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു വിടുന്നത്. കണ്ടോ, അപ്പസ്തോലന്മാരെ അടിച്ചു താക്കീത് ചെയ്ത് മേലിൽ ഇത് ഇനി ആവർത്തിക്കരുത്, അപ്പസ്തോല പ്രവൃത്തിയിലാണ്, ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ്. അവര് തിരിച്ചു വന്നിട്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. അവര് തിരിച്ചു വന്നിട്ട് ഒരു വാക്യം കണ്ടുപിടിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. എന്നിട്ട് അവര് ആ വാക്യം പറഞ്ഞു. സ്തോത്രം. സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ഹൃദയവും നിന്റെ പ്ലാനും നീ ആഗ്രഹിച്ചതൊക്കെ ഇവിടത്തെ വാഴ്ചകളും അധിപതികളും പുരോഹിതന്മാരും ശാസ്ത്രിമാരും പ്രമാണികളെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയിട്ട് സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ പ്ലാനും അവരൊന്നിച്ചിട്ട് ആമേൻ പറഞ്ഞിട്ട് തിരിച്ചുപോയി. നിങ്ങൾക്ക് മനസ്സിലായോ? സ്തോത്രം. അഭിഷിക്തന്മാർക്കെതിരെ ഒത്തിരി പേര്, ദേശത്തെ അധിപതികളൊക്കെ ഒന്നിച്ചു കൂടിയിട്ട് സംഭവിക്കണമെന്ന് ദൈവം തീരുമാനിച്ചതിന് ആമേൻ പറഞ്ഞിട്ട് അവര് പോയി. സ്തോത്രം. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവൻ ഉപദ്രവിക്കപ്പെട്ടത്, പ്രാർത്ഥിക്കുന്നവൻ ദേശത്ത് നിന്ദിക്കപ്പെട്ടത് അതൊരു ദൈവത്തിന്റെ പ്ലാനാണെന്ന് തിരുവെഴുത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞപ്പം അവര് പ്രാർത്ഥിച്ചു, കർത്താവേ അധിപതികളോട് ഇടപെടണമേ എന്നല്ല, കർത്താവേ ശാസ്ത്രിമാരോട് ഇടപെടണമേ എന്നല്ല, പുരോഹിതന്മാരോട് ഇടപെടണമേ എന്നല്ല, കർത്താവേ ഈ സംഭവിച്ചതൊക്കെ നിന്റെ ഹിതമാണെങ്കിൽ ധൈര്യത്തോടെ നിന്റെ വചനം പ്രസംഗിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. പ്രാർത്ഥന മാറിയത് കണ്ടോ? അധിപതികളോട് ഇടപെടണം എന്നല്ല, ഇത് ദൈവത്തിന്റെ പ്ലാനാണ്. അഭിഷിക്തനും അവന്റെ ജനത്തിനുമെതിരെ ദേശത്ത് അധിപതികൾ എഴുന്നേൽക്കുമെന്നുള്ളത് ഒരു പ്രവചനമാണ്. അത് ദൈവത്തിന്റെ ആലോചനയാണ്. കർത്താവേ അങ്ങനെയാണെങ്കിൽ അവരോട് ഇടപെടണമേ എന്നല്ല, പിന്നെയോ അവരൊക്കെ നിൽക്കുമ്പോൾ നിന്റെ വചനം ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. എന്നെ ഒത്തിരി ബലപ്പെടുത്തിയതാ കേട്ടോ. സ്തോത്രം. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന ദേശത്തെ പോരാട്ടങ്ങളെ മാറ്റണമെന്ന, ദേശത്തെ എതിരികളെ മാറ്റണമെന്ന, ദേശത്തെ കെടുതികളെ മാറ്റണമെന്ന. പക്ഷേ ഇതൊന്നും ഒരിക്കലും മാറത്തില്ല ദൈവമക്കളെ. സ്തോത്രം. നിങ്ങൾ ദേശത്തെ ദേശാധിപതിയെ 21 ദിവസം ഉപവാസം ഇരുന്ന് ശാസിച്ചു വിട്ടാലും പുള്ളി അവിടുന്ന് മാറി അപ്പത്തെ ജംഗ്ഷനിൽ പോയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേശാധിപതി ഈ ലോകത്ത് നിന്ന് പോകത്തില്ല. അവനെ അഗാധ കൂപത്തിൽ ഇടുന്നത് വരെ. സ്തോത്രം, ഹല്ലേലൂയ. ഒരിക്കലും അവൻ പുറത്തു വരാതെ അഗാധ കൂപത്തിലേക്ക് അവന് ഒടുവിൽ ബന്ധിക്കുന്നത് വരെയും അവൻ ഇവിടെ ഉണ്ട്. സ്തോത്രം, കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടെ തെറ്റിച്ച് കളയാൻ അവൻ ഇവിടെ ഉണ്ട്. അവൻ ഒരിക്കലും പോകത്തില്ല. ഈ കെടുതികളും പോരാട്ടങ്ങളും ഒന്നും പോകത്തില്ല. പക്ഷെ ദൈവം അവരെ മാറ്റിയിട്ടല്ല, നമ്മളെ മാറ്റും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഏത് പ്രതിസന്ധിക്കകത്ത്, നിങ്ങൾക്കറിയാമോ, ഒരു പടയാളിയെ ട്രെയിനിങ് കൊടുക്കുന്ന എന്തിനാണെന്നറിയാമോ? നിന്നെ ഈ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഒരു യുദ്ധക്കളത്തിലേക്ക് വിടാൻ വേണ്ടിയിട്ടാ. സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന ദൈവമക്കളെ, യുദ്ധക്കളം ദൈവം ഒരിക്കലും മാറ്റത്തില്ല. ഈ ലോകത്തിൽ മരിക്കുന്നത് വരെ യുദ്ധക്കളമുണ്ട്. പക്ഷെ നമ്മളെയൊക്കെ അവൻ സ്തോത്രം പരിശീലിപ്പിക്കുകയാണ്. നമ്മളെയൊക്കെ ദൈവം ട്രെയിൻ ചെയ്യുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളൊന്നും ഓർത്തു നോക്കിക്കേ, വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്തുണ്ടായ പ്രതിസന്ധികളെ നമ്മൾ എത്ര പാടുപെട്ടു ഒന്ന് തരണം ചെയ്യാൻ. എന്നാൽ ഇന്നും നമുക്ക് പ്രതിസന്ധിയുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ അതിനെ നോക്കി കരയുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? പ്രശ്നം കുറഞ്ഞത് കൊണ്ടല്ല, ഞാൻ മാറിയത് കൊണ്ടാ. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ തഴക്കം ചെന്നു, ഞാൻ ആത്മാവിൽ ബലപ്പെട്ടു. സ്തോത്രം. പ്രശ്നങ്ങളുടെ മേൽ ഞാൻ
ഞാൻ ജയിക്കാൻ പഠിച്ചു. പോരുകളുടെ മേൽ ഞാൻ ജയിക്കാൻ പഠിച്ചു. പോര് മാറിയത് കൊണ്ടല്ല. ആമേൻ. ഞാൻ ഇച്ചിരി സ്പീഡിലാ പോണെന്നാ എനിക്ക് തോന്നുന്നേ. ഓക്കെ, ഞാൻ ഇച്ചിരി മെല്ലെ ആക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ച ദൈവമക്കളെ, ആ ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയത്? സ്തോത്രം. ദൈവത്തിന്റെ സന്നദ്ധിയില്, ദൈവത്തിന്റെ ആമേൻ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ അകത്ത് വിശ്വാസത്തിന്റെ തലങ്ങൾ പ്രബലപ്പെടണം. ആമേൻ. സാഹചര്യങ്ങളെ നമ്മൾ നോക്കരുത്. സാഹചര്യ തെളിവുകളെ ഒന്നും നമ്മൾ നോക്കരുത്. എൻ്റെ അകത്ത് വിശ്വാസത്തെ ഞാൻ വളർത്തിയെടുക്കുക. ഒരിക്കൽ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, ഞാൻ ആ വായിച്ച ഭാഗങ്ങളിലൂടെ തന്നെ എബ്രായ ലേഖനത്തിൽ തന്നെ വരണമെന്നുണ്ട്. കർത്താവിന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് വരാം. സ്തോത്രം. ഒരിക്കൽ ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വർദ്ധിപ്പിച്ചു തരണം. അപ്പൊ ഇച്ചിരി ഏതാണ്ട് ഞങ്ങൾക്ക് വിശ്വാസം തരണം എന്നല്ലല്ലോ പറഞ്ഞു. ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ കൂടെ നടക്കുന്നുണ്ടെങ്കിലും ചെറിയ വിശ്വാസമൊക്കെ ഉള്ളു, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. യേശു ചെയ്യുന്ന പോലെയോ ഒന്നും നടക്കുന്നില്ല. അപ്പൊ അവര് പറഞ്ഞു, സംഭവം വിശ്വാസമില്ലാത്തത്. അപ്പൊ അവര് പറഞ്ഞു, കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണേ എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ട് കർത്താവ്, പക്ഷെ അതുകൊണ്ടൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല. നീ അതൊന്ന് വർദ്ധിപ്പിച്ചു തരണേ. ഉടനെ കർത്താവ് അവരെ നോക്കിയിട്ട് പറയാം, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ചിലതൊക്കെ സംഭവിക്കും. അപ്പൊ ഈ കുറച്ചുണ്ടെന്ന് പറയുന്നവനോട് കർത്താവ് പറയാ, നിനക്ക് ഒട്ടും ഇല്ലെന്ന്. സ്തോത്രം. ഒരു ഇച്ചിരിയെങ്കിലും ഉണ്ടെങ്കിൽ, സ്തോത്രം, നീയൊക്കെ ആമൻ എൻ്റെ കൂടെ നടന്നിട്ട് ഒരു അല്പമെങ്കിലും വിശ്വാസം അകത്തൊന്ന് വെളിപ്പെട്ടായിരുന്നെങ്കിൽ ഭയങ്കരമായ ദൈവപ്രവർത്തികൾ ചെയ്തേനേന്ന്. സ്തോത്രം. കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ പോക എന്ന് പറഞ്ഞാൽ സംഭവിക്കും. സ്തോത്രം. ഈ കാട്ടത്തിയോട് ഇവിടെ നിന്ന് പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. ആരാ? ഒരല്പം കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ. നമ്മൾ പിന്നെ ഈ കടുകുമണിയുടെ പ്രത്യേകതയൊക്കെ എടുത്ത് അത് ഭയങ്കര ഫെയ്ത്താന്നൊക്കെ അങ്ങ് പറയുക. അതിനകത്ത് ഒട്ടും ഗ്യാപ്പില്ല, കുറച്ചേ ഉള്ളെങ്കിൽ അത് ഭയങ്കര സ്ട്രോങ് ആണ്. അതൊന്നുമല്ല. ആ വലുപ്പം തന്നെയാ കർത്താവ് ഉദ്ദേശിച്ചത്. ഒട്ടുമില്ലെന്നാ. കൂടത്തി നടക്കാൻ തുടങ്ങിയിട്ട് 3-3.5 കൊല്ലമായി. അകത്ത് വിശ്വാസമൊന്നുമില്ല. ഒരു സാഹചര്യം വരുമ്പോൾ നീ ക്ഷീണിച്ചു പോവുക, ഒരു പ്രശ്നം വരുമ്പോൾ നീ ക്ഷീണിച്ചു പോകുകയാ. നിനക്കൊരല്പം വിശ്വാസം ഉണ്ടെങ്കിൽ ഇന്ന് കാട്ടത്തി പോലെ വേരുറപ്പിച്ചതിനെ നിനക്ക് പറക്കാൻ കഴിയും. സ്തോത്രം. മല പോലെ ഉറച്ചതിനെ നിനക്ക് ഇളക്കാൻ കഴിയും. ഒരല്പം വിശ്വാസം അകത്തോട്ട് കയറിയാൽ, ഒരു കടുകുമണിയോളം വിശ്വാസം നിന്റെ അകത്തുണ്ടെങ്കിൽ നിനക്ക് ചിലതിനെ പറക്കാൻ കഴിയും. പറക്കുക മാത്രമല്ല, കർത്താവ് പറഞ്ഞ എന്താണെന്നറിയാമോ? ആമൻ, അതിനെ കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. സ്തോത്രം. കാട്ടത്തിയെ എവിടെ കൊണ്ട് നടുക? കടലിൽ നടുക. സ്തോത്രം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഇച്ചിരി വിശ്വാസം ഉണ്ടെങ്കിൽ, ഒരു ചെറിയ വിശ്വാസം ഉണ്ടെങ്കിൽ കാട്ടത്തിയെ കടലിൽ നടുവെന്ന്. സ്തോത്രം. ഈ കടലിൽ കൊണ്ട് ഇടുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതിനകത്ത് പിന്നെ ആമേൻ പറയാം. ഈ കടലിൽ നടുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് അതിനേക്കാളും വലിയ ദൈവപ്രവൃത്തിയാ. ഇന്ന് വരെയും കടലിൽ ആരും നട്ടിട്ടില്ല. അഥവാ നട്ടിട്ടുണ്ടെങ്കിൽ തന്നെ കടൽ അതിനെ നിർത്തിയിട്ടുമില്ല. സ്തോത്രം. ആമേൻ. പക്ഷെ കർത്താവ് പറഞ്ഞതെന്നറിയാമോ? ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ല. പക്ഷെ നിന്റെ അകത്തൊരിച്ചിരി വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ലാത്തത് സ്തോത്രം, നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന കർത്താവ് പറഞ്ഞേ. സ്തോത്രം. കടൽ ഇന്ന് വരെ ഒന്നിനെ നിർത്തിയിട്ടില്ല. സ്തോത്രം. എല്ലാത്തിനും താഴ്ത്തി കളഞ്ഞിട്ടേ ഉള്ളൂ. സ്തോത്രം. കാരണം എന്നാന്നറിയാമോ? വേരുറപ്പുള്ളതേ നിക്കത്തുള്ളൂ. തമ്പുരാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്നാന്നറിയാമോ? വേരുറപ്പിലല്ല. സ്തോത്രം. നീ കൽപ്പിച്ച ചിലത് അടിസ്ഥാനമില്ലെന്ന് തോന്നുന്ന സാഹചര്യത്തിനകത്തും ഉറച്ചു നിൽക്കും. അതാ കർത്താവ് പറഞ്ഞത്. നീ കൽപ്പിച്ചാൽ, നീ വിശ്വാസത്തോടെ പറഞ്ഞാൽ, ആ ഒരു ബേസും ഇല്ലാത്ത സാഹചര്യത്തിനകത്തും ചിലതിനെ ഉറപ്പിക്കാൻ നിനക്ക് കഴിയും. സ്തോത്രം. പക്ഷെ ഇതൊന്നും എൻ്റെ ബുദ്ധി സമ്മതിക്കത്തില്ല. സ്തോത്രം. ഒന്നും ബുദ്ധി സമ്മതിക്കത്തില്ല. പക്ഷെ നമ്മുടെ ഈ ബുദ്ധിയൊക്കെ അങ്ങോട്ട് ഇടിക്കണം ദൈവമക്കളെ, ആത്മാവില്ല. ഹല്ലേലൂയ. ബുദ്ധിയെ ഇടിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ അതിനകത്ത് തന്നെ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഒരു ചെറിയ സാഹചര്യം പറയാം. ഞാൻ ഭയങ്കര ഫെയ്ത്തിൽ നിൽക്കുകയാണ്, ഭയങ്കര ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഭയങ്കര വിശ്വാസത്തിൽ നിൽക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഒരു നിയോഗം പ്രാപിച്ചു, കാട്ടത്തിയെ പറക്കണം. കാട്ടത്തിയെ പറക്കണം എന്നൊക്കെയുള്ള നിയോഗം പ്രാപിച്ച് രാവിലെ ഇങ്ങനെ സ്തോത്രം പറഞ്ഞു നിൽക്കുമ്പം കൂട്ടുവിശ്വാസി വന്നു. കൂട്ടുവിശ്വാസി വന്നിച്ചു, അമ്മമ്മേ, എങ്ങോട്ടാ?
ആത്മാവിൽ സ്തോത്രമൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത്തി പറിക്കാൻ പോവാ, അത്തി പറിച്ച് നടാൻ പോവാ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം നമ്മളതിനെ മാനുഷികമായിട്ട് ജസ്റ്റ് പ്രാക്ടിക്കലായിട്ട് വിശ്വാസം പൊട്ട പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാം. ഇങ്ങനെയൊക്കെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പറയും, ആ പുള്ളിക്കാരിക്ക് ഇന്നലെ വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. സി നമ്മുടെ ചിന്താഗതികൾക്കപ്പുറത്ത് നമ്മളെപ്പോഴും നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഒരു ദൈവപ്രവൃത്തി ആവശ്യമുള്ള സമയത്ത്, അല്ലെങ്കിൽ ഒരു സാഹചര്യം വരുമ്പോൾ, ഒരു ഒരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സാഹചര്യം ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ പിന്നെയും വിശ്വസിക്കാൻ തയ്യാറാകും. പക്ഷേ നമ്മളിൽ നിന്ന് വരേണ്ട റിസൾട്ടുകൾ, ഞാൻ പറയുന്നത് നിങ്ങളിൽ നിന്ന് വരേണ്ട ശുശ്രൂഷകളാണ് ഞാൻ പറയുന്നത്. നമ്മളൊക്കെ വിശ്വാസം, അല്പമെങ്കിലും വിശ്വാസം പ്രാപിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളിലൂടെയാണ്. സ്തോത്രം. എൻ്റെ സാഹചര്യങ്ങളിലൂടെ. ദൈവം അതിനല്ല നമ്മളെ കണ്ടത്. സ്തോത്രം. ദൈവം നമ്മളെ കണ്ടത് നമ്മളിൽ കൂടെ ഒരു റിസൾട്ട് വരാനാണ്. മറ്റുള്ളവരിലേക്ക് ശുശ്രൂഷയുടെ ഒരു ശക്തമായ വിടുതലുകൾ പുറപ്പെട്ടു വരേണ്ടതിനാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ വിശ്വാസം തന്നെ പലപ്പോഴും പല പനികളും തലവേദനകളും രോഗങ്ങളും ഒക്കെയാണ് നമ്മുടെ വിശ്വാസത്തെ പോലും ബലപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി അത് പൊളിയണം. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ആത്മാവിൽ കാണാം, നിങ്ങൾ ചില കുടുംബങ്ങളിൽ ചെല്ലുമ്പോൾ ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെടും. നിങ്ങൾ ഒരു വാക്ക് പറയുമ്പം ചില രോഗങ്ങൾ, കെടുതികൾ അഴിഞ്ഞു മാറും. എന്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിയത്തില്ല? എന്തുകൊണ്ട് കഴിയത്തില്ല? സ്തോത്രം. ഇന്ന് രാത്രി കഴിയത്തില്ലെന്ന് പറയുന്ന ആ തലത്ത് നോക്കിയിട്ട് ആത്മാവിൽ പറ, എനിക്ക് കഴിയും. കർത്താവ് എന്നെ അതിനുവേണ്ടിയാണ് തെരഞ്ഞെടുത്തത്, അതിനുവേണ്ടിയാണ് കർത്താവ് എന്നെ വിളിച്ചത്, അതിനുവേണ്ടിയാണ് ദൈവം എന്നെ അഭിഷേകം ചെയ്തത്. ഹല്ലേലൂയ. നിങ്ങളുടെ മിനിസ്ട്രി ഈ ലോകത്ത് ആർക്കും ചെയ്യാൻ കഴിയത്തില്ല. അത് നിങ്ങൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. സ്തോത്രം. നിങ്ങൾക്കൊരു മിനിസ്ട്രി ഉണ്ട്, നിങ്ങൾക്ക് ആക്സസ് ഉള്ള, നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന, നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുന്ന ചില ഏരിയ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് മാത്രമേ ചെല്ലാൻ കഴിയത്തുള്ളൂ. അവിടെ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾക്ക് മാത്രമേ വെളിപ്പെടുത്താൻ കഴിയത്തുള്ളൂ. ഈ രാത്രി നമ്മൾ അത് പ്രാപിക്കണം. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മേലെല്ലാം ആ ശുശ്രൂഷകളുണ്ട്, നിങ്ങളുടെ മേലെല്ലാം ആ ശുശ്രൂഷകളുണ്ട്. പക്ഷേ നമ്മൾ ബലപ്പെടുന്നില്ല. ഏതിനകത്ത്? വിശ്വാസത്തിൽ ബലപ്പെടുന്നില്ല. സ്തോത്രം. ഞാൻ എൻ്റെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. സാഹചര്യം നമ്മളെ കീഴ്പ്പെടുത്തുകയാണ്. സ്തോത്രം. ഇതുവരെയും നമ്മൾ ട്രൈ ചെയ്തപ്പോഴൊക്കെ ഉണ്ടായ സാഹചര്യങ്ങൾ ഇനിയും മുമ്പോട്ടായിരിക്കുമെന്ന് പറയുമ്പോൾ ഇല്ല, ഇതുവരെയുള്ള അനുഭവങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഞാൻ ഇന്ന് അന്ധമായി വിശ്വസിക്കുക എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? നിങ്ങൾ പഴയ നിയമത്തിലേക്ക് നോക്കിക്കേ. സ്തോത്രം. ആട്ടുകൊറ്റന്റെയും കാളക്കിടാവിന്റെയും രക്തം കൊണ്ട് നീതീകരിക്കപ്പെട്ടവർ, സ്തോത്രം, ആകാശത്ത് സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നിയന്ത്രിച്ചൊരു കാലഘട്ടം. സ്തോത്രം. ആമേൻ. പഴയ നിയമത്തിൽ അബ്രഹാമിനെ നിങ്ങൾ കണ്ടോ? യാഗപീഠത്തിലേക്ക് ഏകപുത്രനെ കൈകാലുകൾ ബന്ധിച്ച് കത്തി കയ്യിലെടുക്കുമ്പോഴും അബ്രഹാമിന്റെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസം, ഞാൻ അനേക ജാതികളുടെ പിതാവാകുമെന്ന് ദൈവം പറഞ്ഞതുകൊണ്ട് ഇവനെ യാഗപീഠത്തിൽ യാഗമർപ്പിച്ചാലും അതിനകത്തു നിന്ന് ഉയർപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ഭക്തന്മാരൊക്കെ കാഴ്ചവെച്ച ആ ഫെയ്ത്ത്, ആ ഒരു അത്ഭുതകരമായ ദൈവപ്രവൃത്തികൾ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? എന്തുകൊണ്ട് കഴിയുന്നില്ല? യേശു പറഞ്ഞൊരു കാര്യം, യോഹന്നാന്റെ കാലം തൊട്ട് ബലാൽക്കാരികൾ സ്വർഗരാജ്യം ബലാൽക്കാരേണ പിടിച്ചടക്കുന്നു. ഏത് ബലമാണത്? നമ്മുടെ കായിക ബലമല്ല, നമ്മുടെ കുടുംബത്തിന്റെ മഹിമയല്ല, നമ്മുടെ എഡ്യൂക്കേഷൻ അല്ല. അത് ഫെയ്ത്ത് ആണ്, അത് വിശ്വാസമാണ്. സ്വർഗരാജ്യത്തിലേക്ക് ബലത്തോടെ കയറി ചെല്ലാൻ കഴിയും നമുക്ക്. ഏത് ബലം? വിശ്വാസം എന്ന് പറയുന്ന ബലം. ഞാൻ കർത്താവിന് നന്ദി പറയുക. ഇന്ന് ഈ ഈ മെസ്സേജ്, ഈ വാക്കുകൾ കർത്താവ്, ഞാൻ നിങ്ങളോട് പ്രാഗൽഭ്യത്തോടെ പറയാം, ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ കർത്താവ് എനിക്ക് തന്ന ദൂതാണ്.
ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു, ഒത്തിരി സ്തോത്രം പറഞ്ഞു, ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചു, ഒത്തിരി ഞാൻ കർത്താവിനോട് ചോദിച്ചു, എനിക്കൊരു വാക്ക് പോലും തന്നില്ല. ആമൻ. പിന്നെ ഞാൻ വിശ്വാസത്തോടെ ഇവിടെ വന്നിരുന്നപ്പോൾ ഞാൻ നിരാശയോടെ കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് എനിക്ക് തന്നതാണ്. സ്തോത്രം. ഇതിനു മുമ്പേ എനിക്ക് കർത്താവ് എന്തെങ്കിലും തന്നായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് പോയിന്റുകൾ ഉണ്ടാക്കിയേനെ. ഇന്ന് രാത്രി പോയിന്റുകളല്ല ദൈവത്തിന് പകരാനുള്ളത്. ദൈവത്തിന് വേണ്ടത് ഇതിനകത്ത് ചില അഭിഷിക്തന്മാരെയാണ്. ചില അഭിഷിക്തന്മാരെ, വിശ്വാസത്താൽ അന്ത്യകാലത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന, വിശ്വാസത്തിന്റെ വീര്യമുള്ള ദൈവപ്രവർത്തികൾ ചെയ്യുന്ന ചിലരെ ഈ രാത്രി കർത്താവിന് വേണം. ഹല്ലേലൂയ. ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഈ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, പിതാക്കന്മാരെ എല്ലാം എടുത്തിട്ട് ലേഖനകർത്താവ് പറയുന്നത് വിശ്വാസത്താൽ, വിശ്വാസത്താൽ, വിശ്വാസത്താൽ യോസഫ്, വിശ്വാസത്താൽ. ഞാൻ വാക്യം വായിക്കുന്നില്ല, നിങ്ങളുടെ ശ്രദ്ധ പോകരുത്. നിങ്ങൾക്ക് ഈ വാക്യങ്ങളെല്ലാം നന്നായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഞാൻ പോകാത്തത്. ഈ അധ്യായത്തിൽ തന്നെ ഉണ്ട്. വിശ്വാസത്താൽ യോസഫ് മരിക്കാറായപ്പോൾ തൻ്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. സ്തോത്രം. 400 സംവത്സരം കഴിഞ്ഞിട്ട് സംഭവിക്കാനുള്ള ഒരു ദൈവപ്രവൃത്തിയെ വിശ്വാസത്താൽ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ എൻ്റെ അസ്ഥികൾ ഇവിടെ നിന്ന് എടുക്കണം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വാഗ്ദത്ത ദേശത്ത് എൻ്റെ അസ്ഥിയും എത്തണം. സ്തോത്രം. ഹല്ലേലൂയ. എന്തൊരു പ്രത്യാശയാ ദൈവമക്കളെ. 400 വർഷങ്ങൾക്കപ്പുറത്ത് വെളിപ്പെടുന്ന ഒരു ദൈവപ്രവൃത്തി ആത്മാവിൽ കണ്ടിട്ട് എൻ്റെ അസ്ഥി പോലും ഈ അന്യദേശത്തിടരുത്, എൻ്റെ അസ്ഥി പോലും വാഗ്ദത്ത നാട്ടിൽ എത്തണമെന്ന് വിശ്വാസത്താൽ പറഞ്ഞൊരു അഭിഷിക്തൻ. ഹല്ലേലൂയ. എന്തൊരു വിശ്വാസമാ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. സ്തോത്രം. എല്ലാരും മിസ്രയീമിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഒരുപാട് നന്മകളും മിസ്രയീമ്യർ ഊരിക്കൊടുത്ത സ്വർണ്ണാഭരണങ്ങളും ബഹുസമ്പത്തോടുകൂടെ ഒക്കെ അവർ പുറപ്പെടുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, അവര് യോസഫിനെ മറന്നുപോയില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് നന്ദി പറയുക. നമ്മളൊക്കെ എപ്പം മറന്നെന്ന് ചോദിച്ചാൽ മതി. പോകാൻ നേരത്തെ മിസ്രയീമ്യരൊക്കെ സ്വർണ്ണമൊക്കെ ഊരി തരുവാണെങ്കിൽ ആരോർക്കാനാ യോസഫിനെ അസ്ഥിയൊക്കെ? ആരും ഓർക്കത്തില്ല. നമ്മൾ ഈ തത്രപ്പാടിനൊന്നും വാക്തത്വത്തിന് വില കൊടുക്കാറില്ല ദൈവമക്കളെ. ദൈവപ്രവൃത്തിക്ക് വില കൊടുക്കാറില്ല. നടത്തിയവരെ ഓർക്കാറില്ല. സ്തോത്രം. ഈ സൗഭാഗ്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന ഒരപ്പച്ചൻ, സ്തോത്രം, ഒരപ്പച്ചൻ, യോസഫ് എന്ന പേര്, ഒറ്റയ്ക്ക് വന്നത്. എങ്ങനെ വന്നതെന്നറിയാമോ? നല്ല റോട്ടിൽ കൂടെ ഒന്നും അല്ല വന്നേ. ആമൻ. പൊട്ടക്കിണറ്റിലൂടെ, ആമൻ, കുണ്ടറയിലൂടെ, പൊത്തിഫേറിന്റെ ഭവനത്തിന്റെ നിന്നയിലൂടെ ഒക്കെ, ആമൻ, ദൈവജനത്തിന്റെ ആഹാരത്തിന് വേണ്ടിയിട്ട് മുന്നമേ പുറപ്പെട്ട ഒരപ്പച്ചൻ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെല്ലാം കൊയ്ത്തിനകത്ത് നിൽക്കുന്നവരാ. വിതച്ചവര് ഭയങ്കര കഷ്ടത്തോടെയാണ് നമ്മുടെ ദേശങ്ങളിലൊക്കെ വിതച്ച്. ഞാൻ ഇന്ന് നിൽക്കുന്നത് യൂറോപ്പിലാണ്, നെതർലൻഡ്സിൽ. ഒരു കാലഘട്ടത്തിൽ അപ്പസ്തോലന്മാരൊക്കെ യാത്ര ചെയ്ത സ്ഥലങ്ങളാണ് ഇതൊക്കെ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ അപ്പസ്തോലൻ എന്ന് പറഞ്ഞാലോ, പൗലോസ് എന്ന് പറഞ്ഞാലോ, പത്രോസ് എന്ന് പറഞ്ഞാലൊന്നും ആൾക്കാർക്ക് അറിയത്തില്ല. ഏതാണ്ട് 60% ദൈവം ഇല്ലാത്ത ആൾക്കാരാണ് ഇവിടെ. അവര് മറന്നുപോയി. ഈ രാജ്യങ്ങൾ എങ്ങനെയാണ് ഇത്രയേറെ പുരോഗമനത്തിലേക്ക് വന്നത്? ഒരു സംശയവുമില്ല. ആദ്യകാലത്തിലെ മിഷണറിമാരുടെ ആഗമനമാണ് ഈ രാജ്യത്തൊക്കെ ഇത്രയും വളരെ നല്ലവരാക്കി തീർത്തത്. ഇതിന്റെ കുറച്ചു കാല പുറകോട്ട്, ഏതാണ്ട് ഒരു 8-10 വർഷം പുറകോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ആൾക്കാരൊക്കെ എന്ത് സന്തോഷത്തോടെ, എന്ത് മനോഹരമായിട്ടാണ് ജീവിച്ചിരുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കാനിടയായിട്ട്. ആൾക്കാർക്ക് മറ്റുള്ളവരെ ചതിക്കാനോ പറ്റിക്കാനോ ഒന്നും അറിയത്തില്ല. സൂപ്പർ മാർക്കറ്റുകളിൽ CCTVയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ആൾക്കാർ വരുന്നു, സാധനം മേടിക്കുന്നു, അവർ പേ ചെയ്യുന്നു, അവർ പോകുന്നു. ആരും ശ്രദ്ധിക്കത്തില്ല. ആരും ഇവിടെ തെറ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല. ഇവിടെ നിങ്ങൾക്ക് മോശമായിട്ട് ജീവിക്കണമെങ്കിൽ ലോകത്ത് കിട്ടുന്ന എല്ലാ മോശമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. സ്തോത്രം. അത് ലീഗലൈസ്ഡ് ആണ്. സ്തോത്രം. പക്ഷെ ഒരു മനുഷ്യനെ പോലും നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ
റോഡ് സൈഡിൽ ബോധം കെട്ട് മദ്യപിച്ച് ബോധം കെട്ട് കിടക്കുന്ന ഒരാളെ കാണത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, പക്ഷേ ഇവർക്കൊന്നും ദൈവമില്ല. അവര് മറന്നുപോയി. ഈ രാജ്യത്തിന്റെ പിറകാല ചരിത്രങ്ങളൊക്കെ അവർ മറന്നുപോയി. ഞാൻ അതിനെ ഒരു ആത്മീക മേഖലയിലേക്ക് കൊണ്ടുവരാം. സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ എത്ര ആത്മീകമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടാലും, എത്ര മാനിക്കപ്പെട്ടാലും, എത്ര ഉയർച്ച പ്രാപിച്ചാലും, നമ്മുടെ പിറകെ നമുക്ക് വേണ്ടി ഇടിവിൽ നിന്ന് നമ്മുടെ പിതാക്കന്മാരെ നമ്മൾ മറന്നു പോകരുത്. ദേശത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കിയവരെ മറന്നു പോകരുത്. സത്യമാ, സ്തോത്രം. കഷ്ടപ്പെട്ടിട്ടുണ്ട്, നിന്ന അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആമേൻ, നന്മകളോടുകൂടെ പുറപ്പെടുമ്പം അവരെ സ്മരിക്കണം, അവരെ ഓർക്കണം. സ്തോത്രം. ആരാണ് യോസഫിന്റെ അസ്ഥി എടുത്തതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, മോശ അതിന് നേതൃത്വം കൊടുത്തു. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറയുക. ഞാൻ പറഞ്ഞു വന്നത് യോസഫിന്റെ ഒരു കാര്യമാണ്. 400 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാനുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് താൻ വിശ്വാസത്തോടെ പ്രഖ്യാപനം, ആ വിശ്വാസത്തോടെ പറയുക, നിങ്ങൾ പോകുമ്പോൾ എൻ്റെ അസ്ഥികളെ കൂടെ എടുക്കണം എന്നൊരു വിശ്വാസമാണ്. സ്തോത്രം, ഹല്ലേലൂയ. 400 വർഷം പോട്ടെ, 4 വർഷം കഴിഞ്ഞ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? സ്തോത്രം. 400 വട്ടം ദൈവം പറഞ്ഞിട്ടുണ്ട്, സത്യവാ. ഏതൊക്കെ ഓർത്തിരിക്കുന്നുണ്ട്? സ്തോത്രം, ഹല്ലേലൂയ. പോകട്ടെ, ഞാൻ തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്ത് വേണം? നിങ്ങൾ മ്യൂട്ടാണെങ്കിലും നിങ്ങൾ വിശ്വാസത്തോടെ പറ. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസം, ഫെയ്ത്ത്. ദൈവം അതിനാ നമ്മളെ ഈ ദിവസങ്ങളിൽ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, തിരുവെഴുത്ത് പറയുന്നു, വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതച്ചപ്പോൾ ചിലത് വഴിയരികെ വീണു, ചിലത് നല്ല നിലത്ത് വീണു. സ്തോത്രം. അത് ഫലം കായ്ച്ചു. സ്തോത്രം. ഈ വിത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. എല്ലാ വിത്തും ഒന്നും കിളിർത്തെന്ന് വരത്തില്ല. പക്ഷെ ഒരു വിത്ത് കിളിർത്ത് കഴിഞ്ഞാൽ ആ ഒരൊറ്റ വിത്തിൽ നിന്ന് 100 കണക്കിന് വിത്തും ധാന്യങ്ങളും ഉണ്ടാകും. ഒരെണ്ണം കിളുത്താൽ. സ്തോത്രം. ഈ ദൈവവചനത്തെ വിത്തിനോടൊക്കെ താരതമ്യം ചെയ്ത് എന്തിനാണെന്നറിയാമോ? നമ്മളെ എത്ര വിത അനുഭവിച്ചവരാ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ മീറ്റിങ്ങുകളിലൊക്കെ നിങ്ങൾ ഒരുപാട് അഭിഷിക്തന്മാരിൽ നിന്ന് വിത ഏറ്റെടുത്തവരാണ്. സ്തോത്രം. എത്ര വിതച്ചു കർത്താവ്, എത്ര എണ്ണം കിളിർത്തു, എത്ര എണ്ണം കിളിർത്തു. ഒരൊറ്റ വിത്ത് എൻ്റെ ഹൃദയത്തിനകത്ത് എന്ന് പറഞ്ഞ ദൈവവചനം എന്ന വിത്ത് എൻ്റെ ഹൃദയത്തിന്റെ മാംസപ്പലകയിലേക്ക് ഒന്ന് വേരൂന്നിയാൽ, ഒരെണ്ണം വേരൂന്നിയാൽ, ഒരൊറ്റ വചനം ലോകത്തെ ആകമാനം ആമൻ ആകർഷിച്ച എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള ഒറ്റ വചനമാണ് മാർട്ടിൻ ലൂഥറിന്റെ മേൽ വെളിപ്പെട്ടത്. ഒറ്റ വചനമാ അവൻ വേരൂന്നിയെ. അതിന്റെ റിസൾട്ട് നിങ്ങൾ കണ്ടോ? ഹല്ലേലൂയ. ദൈവമൊക്കെ നമ്മുടെ അകത്തേക്ക് ഈ വിതറുന്ന ദൈവവചനത്തിന് ഏതെങ്കിലും ഒരെണ്ണം അകത്തോട്ട് കയറി ഒന്ന് ആളിപ്പടർന്നാൽ, ഹല്ലേലൂയ, അതിന്റെ വേരൊന്നൂതി അതിന്റെ മാംസപ്പലകയിൽ ആമൻ ഒന്ന് ജീവനായിട്ട് അതൊന്ന് കിളിർത്ത് പുറത്തു വന്നാൽ നിങ്ങൾ തിരിച്ചറിയുക, അതിൽ നിന്ന് ആയിരക്കണക്കിന് വിത്തുകളും ധാന്യങ്ങളും പുറത്തു വരും. സ്തോത്രം. നിർഭാഗ്യവശാൽ സ്തോത്രം, എല്ലാം വഴിയരികിൽ വിതറുന്ന പോലെയായി തീരുക. എന്നാൽ ചിലതൊക്കെ കിളിർക്കുന്നുണ്ട്, അല്പം പേരൊക്കെ പിടിക്കുന്നുണ്ട്. പക്ഷേ അടുത്ത മിനിറ്റിൽ നമ്മൾ അതൊക്കെ മറന്നു പോവുകയാണ്. 2021, 22, 23 ഒന്ന് പുറകോട്ട് ചിന്തിച്ച് എത്ര വചനങ്ങൾ ദൈവം നമ്മളോട് ഇടപെട്ടു. സ്തോത്രം. ഭയങ്കര അനുഗ്രഹമായിരുന്നു, ഭയങ്കര ഉണർവായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. ഒത്തിരി ആരാധിച്ചു, ഒത്തിരി കൈയടിച്ചു. ഒരാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് അതിന്റെ റിസൾട്ട് വന്നില്ല. സ്തോത്രം. എന്നെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത് പാറമേൽ വീണ വിത്തെന്ന. സ്തോത്രം. ഓഹ്, താങ്ക് യു ജീസസ്. ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവിനോട് സ്പഷ്ടമായിട്ട് പറയുകയാണ്. സ്തോത്രം. ദൈവം വളരെ ശക്തമായി കൂടെ ഇടപെട്ടിട്ടും ഒരു വിത്തുമാകത്ത് ആഴത്തിലൊന്ന് വേരൂന്നാതെ അവൻ പ്രബലപ്പെട്ടു നിൽക്കുന്ന പാറവേലയുള്ള ആ തലങ്ങൾ ഈ രാത്രി ആത്മാവിലൊന്ന് ഇടിച്ചേ. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് ഇടിച്ചേ, ആത്മാവിൽ അതിനൊന്ന് ഇടിച്ചേ. സ്തോത്രം. ഫലം വരട്ടെ.
ഒരിക്കൽ കർത്താവിന്റെ അടുക്കൽ ഒരു സഹോദരി വന്നു. അവളുടെ പേര് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ആ പേര് ആ ദേശത്തിന്റെ പേരായിരുന്നു. ഒരു കനാന്യ സ്ത്രീ, ഒരു ജാതിക സ്ത്രീ. അവള് കർത്താവിന്റെ അടുക്ക വന്നു. പുറകെ നടക്കുക, കർത്താവെ എന്നോട് കരുണ തോന്നണമേ, എന്റെ കുഞ്ഞിനോട്, എന്റെ മകളോട് കരുണ തോന്നണമേ. കർത്താവ് മൈൻഡ് ചെയ്തില്ല. കർത്താവ് പിന്നെ മുമ്പോട്ട് നടക്കുക. കുറച്ച് കഴിഞ്ഞപ്പോ ശിഷ്യന്മാര് പറഞ്ഞു കാണും, കർത്താവെ ഈ സഹോദരിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം. സ്തോത്രം. കുറെ നേരം കൊണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. കർത്താവിന് കഴിഞ്ഞ ദിവസം കർത്താവ് എന്നോട് പറഞ്ഞ കേട്ടോ, ഞാൻ ചർച്ചിലാണെന്ന് തോന്നുന്നു പറഞ്ഞു, കർത്താവിനെ അങ്ങ് ശല്യപ്പെടുത്തണം, സ്വസ്ഥത കൊടുക്കരുത്. നമ്മൾ കണ്ടോ, എത്ര വലിയ കൂട്ടായ്മയാണെങ്കിലും ഒരു കൊച്ചെഴുന്നേറ്റ് കരയാൻ തുടങ്ങി കഴിഞ്ഞാൽ എല്ലാം മാറും. അമ്മ ഓടി വന്ന് ആ കൊച്ചിനെ എടുത്തോണ്ട് ഹോളിൽ നിന്ന് പുറത്തു പോയിട്ടല്ലാതെ പിന്നെ അവിടെ ഒരു സ്തോത്രം പറച്ചിൽ നടക്കത്തില്ല. അല്ലല്ലേ, ഇതാ ശല്യപ്പെടുത്തല്. കർത്താവ് എന്ത് തിരക്കാണെങ്കിലും എന്ത് ബിസി ആണെങ്കിലും സ്വൈര്യം കെടുത്തിയേക്കണം. ഹല്ലേലൂയ. സ്തോത്രം. എനിക്കറിയത്തില്ല എന്തിനൊക്കെ എത്ര പേര് ആമേൻ പറയുന്നത്. കർത്താവ് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ അപ്പവും ഭക്ഷണവും എല്ലാം ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടില് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞപ്പോ ആഹാരം കൊടുക്കാനില്ല. അപ്പൊ ഈ കൂട്ടുകാരന്റെ വീട്ടിൽ അപ്പം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പുള്ളി ഓടി അവിടെ ചെന്നു. കഴിഞ്ഞപ്പം പറഞ്ഞു, എടാ വാതിലെ മുട്ടിയിട്ട് പറഞ്ഞു, അതെ എന്റെ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്, കൊടുക്കാനൊന്നുമില്ല, എന്തെങ്കിലും തരണം. അപ്പൊ പുള്ളി പറഞ്ഞു, നീ ഒന്ന് മിണ്ടാതിരിക്കും, രാത്രിയിൽ പിള്ളേരെല്ലാം കടന്നു പറഞ്ഞ മിണ്ടായിരിക്കും, നീ നാളെ എങ്ങാനും പോയി വേറെന്തെങ്കിലും ചെയ്യും. ഇവൻ പിന്നെയും നിന്നു, എടാ മോശമാണ്, താടാ. പ്രസംഗഭാഷയല്ല കേട്ടോ ഇതൊന്നും, ഞാൻ ആ സാഹചര്യത്തിനനുസരിച്ച് പറയാം. അവൻ പറഞ്ഞു, നീ ഒന്ന് പോയി ഈ പിള്ളേരൊക്കെ കിടക്കുക, എനിക്ക് എഴുന്നേറ്റ് വരാൻ ബുദ്ധിമുട്ടാ. ഇവൻ പിന്നെയും പറയുക, എടാ ഒരു രണ്ടാപ്പം താടാ. ഈ കുറെ നേരം ഇവനെ ശല്യപ്പെടുത്തി കഴിഞ്ഞപ്പം അതെന്നറിയാം, ഇവൻ ഇങ്ങനെ നിന്ന് ശല്യപ്പെടുത്തുന്നേ. ഇതുവരെ ഈ ഈ സ്നേഹിതൻ പറയുന്ന ഒരു കാര്യം, പിള്ളേർ ഉറങ്ങി എഴുന്നേറ്റ് വരാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ ഇല്ലെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇല്ലെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ആദ്യം തന്നെ പോയേനെ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിള്ളേർ ഉറങ്ങുകയാണ്, എഴുന്നേറ്റ് വരാൻ പറ്റത്തില്ല, സമയം പോയി, ഇങ്ങനെയുള്ള കുറെ റീസണാ. ഇതുവരെ അപ്പൊ ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. ഓ സ്തോത്രം. നമ്മുടെ തമ്പുരാന്റെ അടുക്കൽ ഇല്ലെന്നുള്ളൊരു വാക്കില്ല. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ശല്യപ്പെടുത്തണം. അവസാനം ലജ്ജയില്ലാതെ മുട്ടുക. പ്രസംഗഭാഷ അല്ലെങ്കിലും ഞാൻ പറയാം, നാണമില്ലാതെ ചോദിക്കുക. സഹി കെട്ടിട്ട് എഴുന്നേറ്റ് കൊടുത്തു. തമ്പുരാന്റെ അടുക്ക നാണമില്ലാണ്ട് ചോദിക്കണം. സ്തോത്രം. ലജ്ജയില്ലാതെ 3 ദിവസം ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ച് ചോദിച്ചിട്ടും കിട്ടിയില്ല. 7 ദിവസം ചോദിക്കണം. ഇല്ലേ 14 ചോദിക്കണം. സ്വൈര്യം കൊടുക്കരുത്. ഞാൻ ആ കൊച്ചിന്റെ കാര്യം പറഞ്ഞല്ലോ, പിള്ളേർക്ക് നമ്മൾ അത്ര ആരോഗ്യം ഒന്നുമില്ല, അവർക്ക് ഒരൊറ്റ ആയുധേ ഉള്ളൂ, കരയുക. അപ്പന്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞോണം, വേറെ ഒന്നും ചെയ്യണ്ട. കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ പോകാൻ പറ്റത്തില്ല കർത്താവിന്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരാം. ഇപ്പൊ പുറകെ നടക്കുക കരഞ്ഞോണ്ടൊരു സഹോദരി, കരുണ തോന്നണേ കരുണ. അവസാനം ശിഷ്യന്മാർക്ക് അങ്ങ് സഹി കേട്ടപ്പോ പറഞ്ഞു, കർത്താവ് എന്തേലും ഒന്ന് കാണിക്കും. ഞങ്ങൾക്ക് തന്നെ ഭയങ്കര അസ്വസ്ഥത, ഈ പുള്ളിക്കാരത്തി ഇങ്ങനെ പുറകെ കരഞ്ഞുകൊണ്ട് നടക്കുക. ഉടനെ കർത്താവ് അവിടെ നിന്ന് കഴിഞ്ഞപ്പോ തന്നെ ഓടി വന്നിട്ട് പറഞ്ഞു, കർത്താവേ എന്നോട് കരുണ തോന്നാൻ കേട്ടോ. സ്തോത്രം. ഉടനെ കർത്താവ്, ആ മോളെ കരുണ തോന്നും, ഞാൻ നിന്നെ വിടുവിക്കും ഒന്നും പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഞാൻ ഈ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടിക്ക് ഇട്ട് കൊടുക്കത്തില്ല. ഈ നമ്മളാണെ അടുത്ത ചർച്ചയിൽ പോയേനെ പിന്നെ. ഇത്രയും കരഞ്ഞ് നിലവിളിച്ച് വന്ന്, ഇത്രയും പങ്കപ്പാട് വിട്ട് വന്ന് കർത്താവിന്റെ അടുക്കുന്ന കർത്താവ് പറയാ, ഞാൻ മക്കൊക്കെ കൊണ്ടുവന്നത് നായ്ക്കുട്ടിക്ക് തരത്തില്ല. സ്തോത്രം. നമ്മള് ക്ഷീണിച്ചില്ല കേട്ടോ, അതാ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഞാൻ ആ വിശ്വാസത്തെ കുറിച്ചാ പറയാൻ വന്നത്. സ്തോത്രം. നമ്മളാണെങ്കിലും അതേ കേൾക്കത്തുള്ളൂ. നമ്മളെ ചർച്ചിൽ പാസ്റ്റർ എന്ത് പ്രസംഗിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ കേൾക്കുന്ന എല്ലാ കുത്തിയത് മാത്രമേ നമ്മൾ കേൾക്കത്തുള്ളൂ. എന്തോരം നല്ല ദൂത് പറഞ്ഞായിരുന്നു, അതൊന്നും കേൾക്കത്തില്ല. ആ വചനം വെച്ച് അത് ശോശാമ്മയ്ക്കിട്ടാ കേട്ടോ പറഞ്ഞേ. അയ്യോ ശോശാമ്മയ്ക്കുണ്ട്, എന്നോട് ക്ഷമിക്കണേ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാ. നമ്മളോട് നല്ല ഒത്തിരി ദൂത് കർത്താവിന്റെ ദാസനെ കൂടെ കർത്താവ് പറഞ്ഞു, അതൊന്നും കേട്ടില്ല.
ആരെയോ വെട്ടിയതും കുത്തിയതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. അത് പിന്നെ വീട് വരെ പറയുകയും ചെയ്തു. നമ്മളല്ലേ കേട്ടത്, അങ്ങനെ തന്നെയോ എന്ന് ഹയവിറക്കി എന്നൊക്കെ പറയുന്ന പോലെ. സ്തോത്രം. മക്കളെ അപ്പം എടുത്ത് ഞാൻ നായ്ക്കുട്ടിക്ക് കൊടുക്കത്തില്ല. അവളുടെ ചിന്ത പെട്ടെന്ന് പോയത് നായ്ക്കുട്ടിയിലേക്കാ. സ്തോത്രം. കർത്താവ്, നീ എന്നെ എന്താ വിളിച്ചേ? നായ്ക്കുട്ടി എന്ന്. അപ്പൊ അവള് പറയാം, അങ്ങനെയാണെങ്കിൽ ആ നായ്ക്കുട്ടിയുടെ അവകാശം തന്നേക്കാൻ. ഹോ, സ്തോത്രം. അവള് പറഞ്ഞു, അവള് പെട്ടെന്ന് ചിന്തിച്ചു അവളുടെ വീട്ടിലെ നായ്ക്കുട്ടിയെ. വീട്ടില് അവൾ അങ്ങനെ പറഞ്ഞത്, കർത്താവേ, മേശമേല് നീ നിന്റെ മക്കൾക്ക് കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവര് ഈ മേശയ്ക്ക് കീഴെ കളയുന്നുണ്ടല്ലോ ആ ഞുറുക്കുകള്, അത് എന്റെ അവകാശമാണ്. ഉഹ്. നീ അബ്രഹാമിന്റെ സന്തതിക്ക് മേശ വിളമ്പിക്കോ, അതൊന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഈ അബ്രഹാമിന്റെ സന്തതി നുറുക്കി താഴെ കളയുന്നുണ്ടല്ലോ, അതെനിക്ക് തരാവോ? അത് എന്റെ അവകാശമാണെന്ന് അവള് പറഞ്ഞേ. സ്തോത്രം. അവള് പെട്ടെന്ന് വീട്ടിലേക്കാ പോയെ. ഭക്ഷണത്തിൽ നമ്മളെല്ലാം വീട്ടിൽ നല്ലോണം കഴിച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് ഇവിടെ അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം അറിയാം, ഇവിടെ ഇപ്പം മക്കളെക്കാളും നല്ലവളെ എപ്പോഴും പട്ടികളെ നോക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ച് ബെഡ്റൂം, ഡോക്ടർ, ട്രീറ്റ്മെന്റ്. സ്തോത്രം. നമുക്കറിയാം ഈ നമ്മുടെ പഴയ ഇന്നത്തെ കാലത്താട്ടോ ഇതിലൊക്കെ. പണ്ടൊക്കെ അങ്ങനത്തെ കർത്താവ് പറയുന്ന കാലത്ത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. വീട്ടിലും പിള്ളേരെല്ലാം കൂടെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഇച്ചിരി ശേഷിപ്പുണ്ടാവും. നമ്മൾ അതിന്റെ വേസ്റ്റ് എന്നൊക്കെയാ പറയുന്നത്. സ്തോത്രം. അപ്പൊ നമ്മൾ കഴിക്കാതിരുന്നപ്പോ തൊട്ട് വാതൊക്കെ അവിടെ ഇരുന്ന് ഒരാൾ ഇങ്ങനെ മുക്കുകയും മൂളുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, ഇല്ലേ? ഞാൻ പട്ടീനെ പണ്ട് വളർത്തിയിട്ടുണ്ട്, അപ്പൊ അറിയാം. നല്ല ഫുഡൊക്കെ നമ്മൾ വിളമ്പുമ്പോൾ പുള്ളി കൂട്ടിലാണെ കൂട്ടിക്കിടന്ന് ഇങ്ങനെ കരയും. കുരയ്ക്കുക എന്നല്ല, ഒരു വല്ലാത്ത ചോദ്യം പറച്ചിലൊക്കെയാ, നമുക്കറിയാം. അപ്പൊ അവനറിയാം നമ്മൾ ഇവിടെ കഴിച്ചു കഴിഞ്ഞാൽ അവനുള്ള ഓഹരി വരും. സ്തോത്രം. അപ്പൊ അവള് പറഞ്ഞു, കർത്താവേ, ആ അപ്പം നുറുക്ക്. സ്തോത്രം. അതെന്റെ അവകാശമാണ്. കർത്താവ് ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയി. കർത്താവ് ശിഷ്യന്മാരോട് പറയും, ഓ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഫെയ്ത്ത്, നിന്റെ വിശ്വാസം ഭയങ്കര എന്ന് പറഞ്ഞാൽ, നിന്നെ നായ്ക്കുട്ടിയെന്നും നിനക്ക് തരത്തില്ലെന്നും പറഞ്ഞെടുത്ത നീ ആ നന്മ പ്രാപിച്ചോണ്ടാ പോകുന്നത്. എന്നാന്നറിയാം, നീ ഒരു ഭയങ്കര ഒരു വലിയ വിശ്വാസം കാഴ്ചവെച്ചത് കൊണ്ട്. അപ്പൊ അവള് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നോട് കരുണ തോന്നണമേ. സത്യത്തിൽ അവളുടെ വിഷയം അവക്കല്ല, അവളുടെ തലമുറയാണ്. പക്ഷെ അവക്കറിയാം, അവളുടെ മേൽ നസറയന്റെ കരുണ വെളിപ്പെട്ടാൽ അത് അവളിൽ മാത്രം നിൽക്കത്തില്ല, അത് തലമുറകളിലേക്ക് ഒഴുകും. ഈ രാത്രി ഞാനൊരു ദൂതായിട്ട് പറയുകയാ. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ ദൈവസനെ നിലവിളിക്കുമ്പോൾ നിങ്ങളുടെ മേ വെളിപ്പെടുന്ന ദൈവകൃപ, നിങ്ങളുടെ മേ വെളിപ്പെടുന്ന ദൈവ തേജസ്, അത് നിങ്ങളിൽ മാത്രം നിൽക്കാതെ നിങ്ങളുടെ തലമുറകളിലേക്ക് ഒഴുകട്ടെ. അവരിൽ ഒരു വിടുതലായിട്ട് അത് വെളിപ്പെടട്ടെ. അവരുടെ ആത്മമണ്ഡലത്തെ അത് ചലിപ്പിക്കട്ടെ. ഹല്ലേലൂയ. അവള് വിശ്വാസത്തോടെ ആ ദൂത് ഏറ്റെടുത്തപ്പോ തലമുറ വീട്ടിൽ സൗഖ്യമായി. സ്തോത്രം. മക്കള് കഴിക്കുന്നതാ. പക്ഷെ ഈ മക്കൾക്ക് ഇതിന്റെ വില അറിയത്തില്ല കേട്ടോ. അബ്രഹാമിന്റെ സന്തതിക്ക് അന്നും അറിയത്തില്ല, ഇന്നും അറിയത്തില്ല. അവര് ഈ അപ്പം അതേ ഉയരത്തിന്ന് വെളിപ്പെട്ട ഒന്നും അറിയത്തില്ല. ഇത് ഞുറുക്കി കളയുക. പക്ഷേ വിശ്വാസമുള്ളവർക്ക് അത് മേശയ്ക്ക് കീഴെ കടന്നാലും അതിനകത്ത് എന്റെ വിടുതലുണ്ടെന്ന്. ഹോ, നുറുക്കപ്പെട്ടവനെ ഇന്ന് രാത്രി ആത്മാവിൽ എവിടെയെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞാൽ എനിക്ക് വിടുതലുണ്ടെന്ന്. സ്തോത്രം. സാക്ഷാൽ നുറുക്കപ്പെട്ടവനെ, ഓ ഹല്ലേലൂയ, ആത്മാവിൽ വിശ്വാസത്താൽ അതൂതിനൊരു ആമേൻ പറയാമോ? കർത്താവെ, നീ നുറുക്കപ്പെട്ടത് ഞങ്ങളുടെ വിടുതലിന് വേണ്ടിയിട്ടാ, ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ, ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ടാ. താങ്ക് യു ജീസസ്. താങ്ക് യു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് നിങ്ങളുടെ മേല് വെളിപ്പെടുന്ന ഒരു വിശ്വാസത്തിന്റെ ആമൻ ഒരു 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 മുള പൊട്ടി പുറത്തു വരുന്നത് പോലെ ചിലതിനെ വിശ്വാസത്തിൽ ദൈവം ബലപ്പെടുത്തുകയാണ്.
നിങ്ങൾ ഇരിക്കുന്ന ആ റൂമിനകത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നുണ്ട്. എനിക്കറിയാം, ആത്മാവിൽ എനിക്കത് കാണാൻ കഴിയും. സ്തോത്രം. അല്ലെ, ചില മൂടുപടങ്ങളെയൊക്കെ കീറിയിട്ട് ആത്മമണ്ഡലം പ്രബലപ്പെടുന്നത്. ശമാന ഘടകസിയാന്തന, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാ മൂടുപടങ്ങളും കീറി മാറട്ടെ കർത്താവേ. ഹാലലിയ. കാൽവറിയിൽ അരുമനാഥൻ തകർക്കപ്പെട്ടപ്പോൾ ദേവാലയത്തിന്റെ തിരശീല, ആമേ സ്തോത്രം, ഹല്ലലിയ, മുകൾ തൊട്ട് താഴെ വരെ അത് ചിന്തി മാറി, ആമേ സ്തോത്രം, അതിവിശുദ്ധ സ്ഥലം വെളിപ്പെട്ടു വന്നതുപോലെ കർത്താവേ, ആമേ സ്തോത്രം, അകത്തെ ദൈവ തേജസ്, ആമേ സ്തോത്രം, അവൻ പുറത്തു വരാതെ വണ്ണം, അകത്തെ ആത്മതലം ശുശ്രൂഷ അത് പുറത്തു വരാതെ വണ്ണം തിരശീലയിട്ടതുപോലെ മൂടി വെച്ചിരിക്കുന്ന ആമൻ അവിശ്വാസത്തിന്റെ തിരശീലകളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വാസത്തോടെ കീറുകയാണ്. ഞങ്ങളുടെ അകത്തെ ദൈവകൃപ, ദൈവ തേജസ് അത് അതിന്റെ മഹത്വത്തോടെ പുറത്തു വരട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് ആ വിടുതൽ ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾ അത് റിസീവ് ചെയ്യുകയാണ് കർത്താവെ. ഞങ്ങളുടെ അവിശ്വാസത്തിന്റെ കോട്ടകളെ ഞങ്ങൾ ഇടിക്കുകയാണ്. ഞങ്ങളുടെ ആത്മമണ്ഡലത്തെ ആത്മാവിൽ ഞങ്ങൾ തുറക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ആമൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ചിലതിന്റെ ശുശ്രൂഷകളെ അതിന്റെ മറ നീക്കി ദൈവം പുറത്തു കൊണ്ടുവരുന്നത് പോലെ ദൈവത്തിന്റെ മഹത്വം ചിലതിനെ ആമൻ സ്തോത്രം ഹല്ലേലൂയ തിരക്കുകളിട്ട് ആമൻ സ്തോത്രം ആമൻ കർത്താവിന്റെ സന്നിധി പ്രാർത്ഥനാ സമയം പോലും തിരക്കാക്കി മാറ്റി. ദൈവസന്നിധിയിൽ കർത്താവിന്റെ നിയോഗമുള്ളപ്പോഴും പല വിഷയങ്ങൾക്കകത്ത് ഇൻവോൾവ് ആക്കിയിട്ടും അകത്തുള്ള ശുശ്രൂഷകൾ അതിന്റെ ആഴങ്ങളൊന്നും പുറത്തു വരാതെ സ്തോത്രം അവൻ കെടുതി പോലെ സ്തോത്രം തകർത്ത് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഒതുക്കി വെച്ചിരിക്കുന്ന, മൂടി വെച്ചിരിക്കുന്ന തലങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പൊളിയട്ടെ കർത്താവ്. ആ ശുശ്രൂഷകൾ പുറത്തു വരട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഞങ്ങളെ റിസീവ് ചെയ്യുന്നു കർത്താവ്, ഞങ്ങളെ റിസീവ് ചെയ്യുന്നു. ആമേൻ. ദൈവമക്കളെ, പഴയ ദൈവ കാലഘട്ടത്തിൽ ആണ്ടിലൊരിക്കൽ മാത്രം മഹാപുരോഹിതൻ ഭയത്തോടെ കയറി ചെന്ന ആ അതിവിശുദ്ധ സ്ഥലത്തിന്റെ സ്തോത്രം വാതിക്ക നിന്നിട്ട് കർത്താവ് നമ്മളോട് പറഞ്ഞതാ. ആ ദൂതിന് ഒരു ആമേൻ പറ. എന്നോട് പറഞ്ഞതാ, നമ്മളോട് പറഞ്ഞതാ, നീ ധൈര്യത്തോടെ കയറി വരാൻ. എങ്ങോട്ട്? സ്തോത്രം, പ്രാച്ചിത്ത രക്തം കൊണ്ട് പേടിച്ച് പഴയ നിയമ പുരോഹിതൻ കയറി ചെന്ന ആ തേജസ്സിനകത്തേക്ക്, ആ ഷെക്കൈനയുടെ അടുക്കലേക്ക് തമ്പുരാൻ പറയുക, നീ ധൈര്യത്തോടെ കയറി വാ. ഇന്ന് രാത്രി ആ ദൈവ വചനത്തിലേക്ക്, ദൈവത്തിന്റെ ശുശ്രൂഷയിലേക്ക്, ദൈവത്തിന്റെ നിയോഗത്തിലേക്ക്, ദൈവത്തിന്റെ പ്ലാനിലേക്ക് വിശ്വാസത്തോടെ ഒന്ന് കയറി ചെന്നേ. ദൈവം ഇന്ന് രാത്രി നിങ്ങളെ ഉപയോഗിക്കും. രാത്രി നിങ്ങളെ ഉപയോഗിക്കും. ഞാൻ വിശ്വാസത്തോടെ പറയുക, നിങ്ങളുടെ പ്രാർത്ഥനകളുടെ റിസൾട്ട് വ്യത്യസ്തമാകാൻ പോവുകയാ. സ്തോത്രം. ആമേൻ. ശമാനഘടകസി. യെസ്, നിങ്ങളുടെ ശുശ്രൂഷയുടെ തലങ്ങൾ മാറാൻ പോവുകയാണ്. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ അധരദ്വാരത്തിന്റെ സ്തോത്രം അതിനെ ഒരു കാവൽ നിർത്തുന്നത് പോലെ നിങ്ങളുടെ വാക്കുകളെ ഉപ്പിനാൽ രുചി വരുത്താൻ പരിശുദ്ധാത്മാവ് അർപ്പിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. ചില ദൈവഹിതമില്ലാത്ത വാക്കുകളിൽ നിന്ന്, സംസാരങ്ങളിൽ നിന്ന് ഓടി മാറാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. ഓടി മാറാൻ നിങ്ങളുടെ വാക്കുകളെ ഈ ദിവസങ്ങളിൽ ശുദ്ധീകരിക്കുക. ഒരു ശുശ്രൂഷ നിങ്ങളിൽ നിന്ന് പുറത്തു വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവെ, ഞങ്ങൾ റിസീവ് ചെയ്യുന്നു കർത്താവ്, ഞങ്ങൾ റിസീവ് ചെയ്യുന്നു. യെസ്. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പുറകോട്ട് നിന്നാലും ദൈവം നിങ്ങളെ പണിത് കൊണ്ടുവരും. നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരാളെ ദൈവം ആക്കത്തില്ല. ദൈവത്തിന് നിങ്ങളെ മാറ്റാൻ ഒക്കത്തില്ല. ദൈവം നമ്മൾ മരിക്കുന്നത് വരെ നമ്മളെ ട്രെയിൻ ചെയ്യാൻ ഫോളോ ചെയ്യും. കാരണം എന്താണെന്നറിയാമോ? നമ്മളും ദൈവം തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്ന അപ്പനും മകനുമായിട്ടുള്ള ബന്ധമാ. സ്തോത്രം. ഒരു കൂലിക്കാരനെ മാറ്റി നിർത്താം, ഒരു കൂലിക്കാരനെ മാറ്റിയിട്ട് വേറെ കൂലിക്കാരനെ കൊണ്ടുവരാം, ഒരു ദാസനെ മാറ്റിയിട്ട് വേറൊരു ദാസനെ കൊണ്ടുവരാം. പക്ഷെ നിന്നെ മാറ്റാൻ പറ്റത്തില്ല. കാരണം നീ അപ്പന്റെ മകനാ, നീ അപ്പന്റെ മകളാ. സ്തോത്രം. അവസാന സെക്കൻഡ് വരെ കർത്താവ് നിന്നെ ട്രെയിൻ ചെയ്യാൻ ശ്രമിക്കും. അവസാന മൂമെന്റ് വരെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ.
എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആരെയൊക്കെയോ, സ്തോത്രം, എന്നോട് ദൈവാത്മാവ് ഇങ്ങനെയാണ് പറയുന്നത്. എലീശ ആമൻ ചില കോടാലി വെള്ളത്തിൽ നിന്ന് എടുത്തു കൊടുത്തതുപോലെ ആമൻ ദൈവിക ശുശ്രൂഷകൾ നഷ്ടപ്പെട്ടു പോയ ചിലതിനെ ആമൻ ദൈവം ആ ആയുധത്തെ തിരിച്ചേൽപ്പിക്കുകയാ, തിരിച്ചേൽപ്പിക്കുകയാ. ഓ സ്തോത്രം, തിരിച്ചേൽപ്പിക്കുകയാ. ആമേൻ, ഹല്ലേലൂയ. വീണുപോയ ചിലത്, നഷ്ടപ്പെട്ടു പോയ ചില ശുശ്രൂഷകൾ ദൈവം മടക്കി തരികയാ, മടക്കി തരിക. ചില വൻമരങ്ങളെ വെട്ടാൻ, വൻമരങ്ങളെ വെട്ടാൻ. ആമേൻ, ഹല്ലേലൂയ. വൻമരങ്ങളെ വെട്ടാൻ ദൈവം ചില വൻമരങ്ങളുടെ ഇടുക്കിലേക്ക് നിന്നെ അയക്കുമെന്ന്. യെസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ. താങ്ക് യു ജീസസ്. ഞങ്ങൾ റിസീവ് ചെയ്യുകയാണ്, ഞങ്ങൾ വിശ്വാസത്തോടെ അത് റിസീവ് ചെയ്യുകയാണ് കർത്താവേ. ഞാൻ പറഞ്ഞല്ലോ ദൈവമക്കളെ, ദൈവം നമ്മളെ മാറ്റത്തില്ല. നിന്നെ ദൈവം മാറ്റത്തില്ല. നിന്റെ പൊസിഷനിലേക്ക് വേറൊരാൾ ജനിച്ചിട്ടില്ല. സ്തോത്രം. നിങ്ങൾ ആദമിനെ കണ്ടോ? സ്തോത്രം. ദൈവത്തിന്റെ മകനാണ് ആദം. ആദം തെറ്റിപ്പോയി. ആദം തെറ്റിപ്പോയപ്പോ ദൈവത്തിന് വേറൊരു ആദമിനെ ഉണ്ടാക്കാൻ കുറച്ച് കളിമണ്ണ് മതിയായിരുന്നു. കളിമണ്ണ്, കുറച്ച് കളിമണ്ണുണ്ടെങ്കിൽ വേറൊരു ആദത്തെ സൃഷ്ടിക്കാമായിരുന്നു. സ്തോത്രം. പക്ഷേ ആദമിനെ ഒന്ന് റിസ്റ്റോർ ചെയ്യാൻ, ആദമിനെ ഒന്ന് വീണ്ടെടുക്കാൻ കർത്താവ് കൊടുക്കേണ്ടി വന്നത്, ദൈവം കൊടുക്കേണ്ടി വന്നത് സ്വന്തം പുത്രനെയാണ്. സ്വന്തം പുത്രനെ കൊടുത്തും ആദമിനെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. വേറൊരു ആദമിനെ സൃഷ്ടിക്കാൻ ഒരുപാട് സാധ്യതകൾ ഉള്ളപ്പോഴും കർത്താവ് അങ്ങോട്ട് പോയില്ല. സ്വന്തം മകനെ കൊടുത്തിട്ടും പഴയ ആദമിനെ തിരിച്ചു കൊണ്ടുവരാൻ, അവന്റെ സന്തതിയെ തിരിച്ചു കൊണ്ടുവരാൻ, ഓ റഖാമ ഷെഖീം റമശ്യാന്തന, നിന്നെ റിസ്റ്റോർ ചെയ്യാൻ, നിന്നെ ശുശ്രൂഷയിലേക്ക് മടക്കി കൊണ്ടുവരാൻ, കർത്താവിന്റെ കരങ്ങളിൽ ഏറ്റവും ശക്തിയോടെ ഉപയോഗിക്കാൻ അവൻ സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു തന്ന ഒരു ദൈവത്തെ ഇന്ന് രാത്രി സേവിക്കുന്നതെങ്കിൽ അവൻ വിശ്വാസത്താൽ പറ, അവൻ കർത്താവിനെ മടക്കി വരുത്തും, ആ ശുശ്രൂഷയിലേക്ക് മടക്കി വരുത്തും, ആത്മമണ്ഡലത്തിലേക്ക് മടക്കി വരുത്തും. പരിശുദ്ധാത്മാവ് ശക്തമായി ചിലതിൻ്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റും, എനിക്കത് അനുഭവിക്കാൻ കഴിയും. ദൈവം ചിലതിനെ അവൻ മോൾഡ് ചെയ്യുക, റീസ്റ്റോർ ചെയ്യുക, തിരിക്കുകയാ. സ്തോത്രം. ഗതി മാറ്റി വിടുന്നത് പോലെ, റൂട്ട് മാറ്റി വിടുന്നത് പോലെ മതിയെന്ന സ്തോത്രം. പുതിയതൊന്ന് കർത്താവ് ചെയ്യാൻ പോവുക, പുതിയതൊന്ന് ചെയ്യാൻ പോവുക. സ്തോത്രം. ഇതുവരെയുള്ളതെല്ലാം അവസാനിച്ചത് പുത്തനൊന്ന് കർത്താവ് ചെയ്യാൻ പോവുക. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആത്മാവിൽ വിശ്വാസത്തോടെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവ് അത് ചെയ്തിരിക്കുക. നന്ദി കർത്താവേ. ഇനി നീ പ്രാർത്ഥിക്കുമ്പോൾ, ഇനി ദൈവവേദനയെ സ്തോത്രം പറയുമ്പോൾ, ഇനി വിശ്വാസത്തിൽ അവൻ കൽപ്പിക്കുമ്പോൾ ചിലത് അക്ഷരികമായി ചലിക്കുന്നത് കാണുമെന്ന് ആമൻ ഒന്ന് തിരിച്ചറിയാൻ കഴിയുമോ? അത് ദൈവം ആഗ്രഹിക്കുക ഇന്ന് രാത്രി. അതിനൊരു ആമൻ വിശ്വാസത്തോടെ പറ, യെസ്, കർത്താവ് എന്നെ ഇന്ന് രാത്രി ആമൻ തിരിച്ചു കൊണ്ടുവരികയാ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ റിസീവ് ചെയ്യുന്നപ്പാ. ഞങ്ങളുടെ പുറം തോടുകളെ അവിടുന്ന് പൊളിച്ചതിനായിട്ട് നന്ദി. ഞങ്ങളുടെ അവിശ്വാസത്തിന്റെ കോട്ടകളെ കർത്താവ് ഇടിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അവൻ ഇതിനകത്ത് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇതിനകത്ത് ഇരിക്കുന്നത് പ്രയർ വാറിയേഴ്സ് ആണ്. ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ദൈവം നിർത്തിയതാണ്. ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ദൈവം നിർത്തിയ ചിലതുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ സാഹചര്യമെല്ലാം പ്രതികൂലമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് സാഹചര്യമെല്ലാം പ്രതികൂലമാകുന്നുണ്ട്. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, സ്തോത്രം, നീണ്ട 6 ദിവസം ഒന്നും മിണ്ടാതെ എരിഹോവിന് ചുറ്റും നടന്നത്
പോലെ അവൻ മൗനമായി നടക്കുന്ന കാലഘട്ടം തന്നെയാണ്. വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു വിടുതലില്ല, സത്യമാ. അവൻ ശാന്തമായിട്ട് നടക്കുക. മതിലിന്റെ മീതെയുള്ള എരിഹോ നിവാസികൾ നിന്നെ പരിഹസിക്കുന്നുണ്ട്. നിന്റെ നടപ്പ് കണ്ടിട്ട്, നിന്റെ ആമസ്തം ആമൻ വിവേകമില്ലായ്മ കണ്ടിട്ട് പരിഹസിക്കുന്നുണ്ട്. പക്ഷേ ആമൻ അടുത്ത നാഴിക നിന്നെ ഏഴാമത്തെ ദിവസത്തിൽ നിന്റെ വായ് ദൈവം തുറപ്പിക്കും. ആമൻ ശാന്തമായി നടന്ന 6 ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വായ് തുറന്ന്, ആമൻ ആധരം തുറന്ന് ഒരാർപ്പ് നിമിത്തം ഒരു വലിയ വിടുതലിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കും. യെസ്, നന്ദി കർത്താവേ. ആമേൻ. വിശ്വാസത്തോടെ ഒരു ആമേൻ പറഞ്ഞാട്ടെ നിങ്ങൾ ആ സ്ഥാനത്ത്. ആമേൻ, 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 ആമേൻ. നിങ്ങൾ കണ്ടോ, കനാന്യ സ്ത്രീ, അവക്ക് ഒരു വിടുതലില്ലാതെ പോകാനാണെങ്കിൽ 100 സാധ്യതകളാ. എനിക്കൊരു ശുശ്രൂഷ ഇല്ലാതെ പോകാനാണെങ്കിൽ 100 സാഹചര്യങ്ങളാ. എനിക്കൊരു വിടുതലില്ലാതെ പോകാനാണെങ്കിൽ 100 സാഹചര്യങ്ങളാ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത്ഭുതത്തിലേക്കുള്ള ഒരു വഴി ദൈവം തുറന്നിട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് കാണത്തില്ല. അത് പിടിക്കണമെങ്കിൽ, അത് കാണണമെങ്കിൽ എൻ്റെ ഫെയ്ത്ത് വലുതാകണം, എൻ്റെ വിശ്വാസം പ്രബലപ്പെടണം. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കാണുന്നതെല്ലാം നെഗറ്റീവ്സാ. കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് ഇത്രയും നിലവിളിച്ചിട്ട് എന്നെ കണ്ടില്ല, കർത്താവിനോട് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് കേട്ടില്ല. സ്തോത്രം. നമ്മൾ ഇതേ കാണുന്നുള്ളൂ, ഇതേ നമ്മൾ പറയുന്നുള്ളൂ. നോ, നിങ്ങൾക്കൊരു വിടുതലിന്റെ വഴി ദൈവം തുറന്നിട്ടിട്ടുണ്ട്. അത് വിശ്വാസത്താ കയറി പിടിക്കണം, വിശ്വാസത്താ കയറി പിടിക്കണം. സ്തോത്രം. നിങ്ങളുടെ അടുത്ത, നിങ്ങളുടെ തലമുറ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇരിക്കുന്നത് ഒരു യാഥാർത്ഥ്യം എന്നത് പോലെ നിങ്ങളുടെ അടുക്കൽ ദൈവം ഉണ്ടെന്ന്, കർത്താവ് ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം. അതാ തിരുവഴുത്ത്, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും, യെസ്, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും നിങ്ങൾ വിശ്വസിക്കണം. അതിനകത്തൊരു വലിയ കോൺട്രഡിക്ഷൻ ഉണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം ഉണ്ടെന്നുള്ളത് കൊണ്ടല്ലേ വന്നത് ദൈവത്തിന്റെ അടുക്കല്. അതിന്റെ യഥാർത്ഥ അർത്ഥം, വരുന്നത് ദൈവത്തിന്റെ അടുക്കലേക്കാണെങ്കിലും എൻ്റെ അകത്ത് ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഞാൻ ചെയ്യുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും, ആക്ടിവിറ്റി ആണെങ്കിലും, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും, എൻ്റെ ഹൃദയത്തിനകത്ത്, അന്തർഭാഗത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്: ദൈവമുണ്ടോ? അത് നിങ്ങളൊന്ന് ചെകഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെകഞ്ഞാൽ കാണാൻ പറ്റും. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒന്ന് ചെകഞ്ഞ് ചെന്നാൽ കാണാൻ പറ്റും. എത്ര പ്രാവശ്യം ആ ചോദ്യം, ആ ഒരു ചിന്ത നിങ്ങളെ അലട്ടിയിട്ടുണ്ട്. ഇതൊക്കെ സത്യമാണോ? സ്തോത്രം. ഹൂ, അതിനെ ഇന്ന് രാത്രി ഒന്ന് പൊളിക്കാവോ? അതിനെ ഇന്നൊന്ന് പൊളിക്കാവോ? എൻ്റെ അപ്പൻ ഉണ്ടെന്ന്, സ്തോത്രം. എൻ്റെ കർത്താവ് ഉണ്ടെന്ന്, എൻ്റെ യേശു അപ്പച്ചൻ ഉണ്ടെന്ന്. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ അതാ പറഞ്ഞത്, നിങ്ങളുടെ അടുക്കൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിൽക്കുന്നത് പോലെ, ഇരിക്കുന്നത് പോലെ ഒരു യാഥാർത്ഥ്യമായി കർത്താവിനെ കാണണം. റിയലൈസ് ചെയ്യണം, റിയലൈസ് ചെയ്യണം. ജീസസ്. നിങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങളുടെ സംസാരം എത്ര കെയർഫുൾ ആയിരിക്കും, എത്ര കെയർഫുൾ ആയിരിക്കും. എന്താണ് നിങ്ങളെ, നിങ്ങളുടെ വാക്കുകളെ ട്യൂൺ ചെയ്യുന്ന ഘടകം? സന്നിധി ബോധം, ഒരു പാസ്റ്ററിന്റെ സാന്നിധ്യം. അതാണ് നിങ്ങളുടെ വാക്കുകളെ ട്യൂൺ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്.
അപ്പൊ ആരും ഇല്ലാത്തപ്പം എനിക്ക് എന്തും പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ അടുക്കൽ ദൈവ സാന്നിധ്യം ഉണ്ടെന്നുള്ള ബോധ്യം എനിക്കില്ല. കർത്താവിന്റെ കൂടെ ഉണ്ടെന്നുള്ള ചിന്തയില്ല. നമ്മൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി വരുമ്പോൾ നമുക്ക് സംസാരിക്കേണ്ടത് എങ്ങനെയെന്നറിയാം, അവരോട് ഇടപെടേണ്ടത് എങ്ങനെയെന്നറിയാം. ഞാൻ അതിൻ്റെ അടുത്തൊരു ഒരു 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 തലം ഞാൻ പറയാം. ഈ ഭൂമിയിലെ ഒരു സാധാരണ മനുഷ്യനെ നമ്മൾ ഇത്രയധികം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തെ എത്രയധികം സന്നിധി ബോധത്തോടെ ഈ ദിവസങ്ങളിൽ നമുക്ക് നിൽക്കാൻ കഴിയട്ടെ. എന്തുകൊണ്ടാണ് നമുക്ക് ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് ആത്മാവിൽ ദൈവപ്രവൃത്തി കാണാൻ കഴിയാത്തത്? ഞാൻ നിങ്ങളെ ആരെയും വിധിക്കുകയല്ല. ഞാൻ എന്നെ കൂടെ ആമൻ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ വാക്കുകളിൽ മാത്രം നമ്മുടെ ദൈവം ഒതുങ്ങിപ്പോവുകയാണ്. നമ്മുടെ ലൈഫുമായിട്ട്, നമ്മുടെ ജീവിതമായിട്ട്, നമ്മുടെ അകത്ത മനുഷ്യനുമായിട്ട് പലപ്പോഴും ഒരു സാമ്യവുമില്ല. സ്തോത്രം. പലപ്പോഴും ഫെയ്ത്ത് നമ്മൾ പ്രസംഗിക്കാറുണ്ട്, ഫെയ്ത്ത് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിനകത്ത് സ്തോത്രം, നമുക്കതൊരു ജീവനായിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, എൻ്റെ വിഷയം ഇതല്ലെങ്കിലും ഞാൻ ഒരു പടി കൂടെ കയറി പറയട്ടെ. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. സ്തോത്രം. യേശു അപ്പച്ചൻ ഏത് സമയത്തും വരവ് വാതിൽക്കലായി. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ആരും കൈവിടപ്പെട്ടു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെല്ലാവരും കണക്ക് കൊടുക്കേണ്ടത് അപ്പന്റെ അടുക്കലാണ്. നമ്മുടെ പ്രാണനാഥന്റെ മുമ്പിലാണ് നമ്മൾ കണക്ക് കൊടുക്കണം. ആ ബോധ്യം നമുക്ക് വേണം. ഹല്ലേലൂയ. ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. ഞാൻ അത് കർത്താവിനെ എന്നെ ഓർപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവസന്നദ്ധിയിൽ വിശ്വസ്തരായിരിക്കാം. ഞാൻ തിരിച്ചു വരാം. സ്തോത്രം. പഴയ നിയമത്തിലെ എല്ലാ അഭിഷിക്തന്മാരെയും, സ്തോത്രം, സമയത്തിനാരെ ഞാൻ പെട്ടെന്ന് നിർത്താം കേട്ടോ. കറക്റ്റ് സമയത്ത് തന്നെ നിർത്താം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മള് തുടങ്ങാന് ഇച്ചിരി താമസിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ നിർത്തുന്ന കാര്യത്തിനകത്ത് എല്ലാവരും വളരെ കൃത്യതയുള്ളവരാണ്. അതുകൊണ്ട് തക്ക സമയത്ത് ഞാൻ നിർത്താം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഓക്കെ. എനിക്കറിയാം നിങ്ങൾ സ്പിരിച്വലി എൻജോയ് ചെയ്യുന്നവരാണ്. നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാണ്. ഈ രാത്രിയിലും നിങ്ങൾ സമയം വേർതിരിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ, എനിക്കിവിടെ രാത്രി ആയിട്ടില്ല. എനിക്ക് ഇവിടെ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഏതാണ്ട് രാത്രി 10-10:30 ആകുമ്പോഴേ രാത്രിയാകത്തുള്ളൂ. ഇപ്പോഴും പകല് തന്നെയാണ്. ഞാൻ കർട്ടൻ ഇട്ടിട്ടാണ് എൻ്റെ റൂം ഇങ്ങനെ ആക്കി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഈ സണ്ണിന്റെ ലൈറ്റ് വരും. സ്തോത്രം. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആത്മാർത്ഥമായി കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാണെന്ന് എനിക്കറിയാം. സ്തോത്രം. ആമേൻ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ രാത്രി പരിശുദ്ധാത്മാവ് ഭയങ്കരമായിട്ട് ഇടപെടുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങളെല്ലാം ശക്തമായിട്ട് കർത്താവിന്റെ ആയുധങ്ങളാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന് നമ്മുടെ ക്വാളിറ്റിയോ നമ്മുടെ എഡ്യൂക്കേഷനോ ഒന്നും വേണ്ട. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനൊരു നാട്ടുംപുറത്തുകാരനാണ്. സ്തോത്രം. ഒരു സാധാരണ കർഷകന്റെ മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. കേരളത്തില് സ്തോത്രം, അങ്ങേ മൂലയ്ക്ക് കിടക്കുന്ന ഒരു കാടിന്റെ സൈഡിലൊക്കെ ജനിച്ചു വളർന്ന ആളാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇവിടെ വരെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴിവൊന്നുമല്ല, ഇതെല്ലാം കർത്താവിന്റെ കൃപയാണ്. ഞാൻ പറഞ്ഞു വന്നത്, സ്തോത്രം, നമ്മുടെ സാഹചര്യമോ നമ്മുടെ സിറ്റുവേഷൻസോ ഇതൊന്നും ദൈവപ്രവർത്തിക്കൊരു മാനദണ്ഡമല്ല. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളൊരു സാധാരണ വീട്ടമ്മയായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരുപാട് പരിമിതികൾ നിങ്ങൾ തന്നെ പറയുന്നുണ്ടാകാം. പക്ഷെ ഇതൊന്നും ദൈവപ്രവർത്തിക്കൊരു തടസ്സമല്ല. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഭയങ്കരമായിട്ട് ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒറ്റ കാര്യം, നിങ്ങൾ വിശ്വാസത്തിൽ ചുവട് വെക്കണം. ഈ ദിവസങ്ങളിൽ സ്തോത്രം, നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും ദൈവം നിങ്ങളെ ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അടുക്കളയിൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കും. അത്രയ്ക്കും ശക്തമായിട്ട് ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ഒരു കാലഘട്ടമായി ഇത്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയാൽ ലോകത്തിന്റെ എല്ലാ തലങ്ങളിലും ദൈവം തന്റെ സഭയെ ശക്തമായി എഴുന്നേൽപ്പിക്കുകയാണ്. ആ അസാധാരണമായ ദൈവപ്രവൃത്തി ലോകത്തിന്റെ 5 കോണുകളിൽ നടക്കുകയാണ്.
എല്ലാ ഭാഗത്തും നിങ്ങൾ ഏത് രാജ്യത്തെ വേണമെങ്കിലും എടുത്തോ, ദൈവമില്ലെന്ന് പറയുന്ന ഈ കൺട്രിയിൽ പോലും പട്ടണങ്ങളിൽ, തെരുവുകളിൽ ജനങ്ങൾ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. സ്തോത്രം. ദൈവം തൻ്റെ ജനത്തെ എല്ലാ കോണുകളിലും ഉണർത്തുകയാണ്. ഈ സമയത്ത് ദൈവകരങ്ങളിൽ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചേൽപ്പിച്ചു കൊടുത്താൽ അസാധാരണമായിട്ട് ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ഒരു സംശയവുമില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ഭൗതിക വിഷയത്തിനായിട്ടായിരിക്കാം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങളുടെ ഭൗതികമായ ഒരു വിഷയത്തിനകത്ത് മറുപടി ആയിട്ടായിരിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അതെല്ലാം കർത്താവ് ചെയ്യും ദൈവമക്കളെ. ദൈവം നിങ്ങളെ ഇരുത്തി, ഹന്നെ നിന്നെ ദൈവസന്നിധിയിൽ ഇരുത്തിയത്, നിന്റെ ഉദരത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പാടാതിരിക്കുന്നത് ശീലോവിൽ ആലയത്തിൽ ഒരു അഭിഷിക്തനെ വേണം. ഹല്ലേലൂയ. അത് കാണുന്നത് വരെ നിന്റെ സാഹചര്യം ദൈവം മാറ്റത്തില്ല. എനിക്കൊരു തലമുറ തരണമേ എന്നുള്ള പ്രാർത്ഥന മാറ്റിയിട്ട് എനിക്കൊരു തലമുറയെ തന്നാൽ അതിനെ ഞാൻ ആലയത്തിൽ തരാമെന്നുള്ള നിന്റെ പ്രാർത്ഥന മാറുന്നത് വരെ നിന്റെ ഉദരത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടത്തില്ല. അതുകൊണ്ട് ഞാൻ എന്തിനാണ് ഈ ദൂത് പറയുന്നതെന്നറിയാമോ? നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഹന്ന എന്ന് ആലയത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പ്രാർത്ഥിച്ചോ, ആ ഒരു സെക്കൻഡിൽ സ്തോത്രം, ഹല്ലേലൂയ. ഇതിനു മുന്നമേ ഹന്ന ഒത്തിരി ദിവസം ആലയത്തിൽ ശീലോവിൽ വന്ന് പ്രാർത്ഥിച്ച് മടങ്ങിയിട്ടുണ്ട്. അന്നൊക്കെ അവൾ പ്രാർത്ഥിച്ച്, കർത്താവേ എനിക്കൊരു തലമുറ വേണമെന്ന. പക്ഷേ അന്ന് അവൾ വന്നപ്പോൾ അവൾ ഒരു കാഴ്ച കണ്ടു. ആലയത്തിൽ ഏലിക്ക് ശേഷം ശുശ്രൂഷ ചെയ്യേണ്ട ഏലിയുടെ മക്കൾ ക്രമം തെറ്റി നടക്കുന്നു. ഒരു അഭിഷിക്തൻ, ഒരു പുതിയ ആത്മീക തലമുറ അവിടെ ഇല്ല. ഉടനെ അവൾ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ, എനിക്കൊരു തലമുറയെ തന്നാൽ ഞാൻ അതിനെ നിന്റെ ആലയത്തിൽ തരും. ഇപ്പോൾ ഒരു തലമുറ എനിക്കല്ല, നിനക്കാണ് വേണ്ടത്. ഇപ്പോൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞ് എനിക്കല്ല വേണ്ടത്, ആലയത്തിൽ വളരുന്നൊരു കുഞ്ഞ് നിനക്കാണ് വേണ്ടത്. എപ്പോഴാണോ അവൾ ദൈവഹിതം അറിഞ്ഞ് പ്രാർത്ഥിച്ചത്, അപ്പോൾ അവൾക്കൊരു ദൈവപ്രവൃത്തി കാണാൻ കഴിഞ്ഞു. സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകാം. പക്ഷെ ദൈവത്തിന്റെ നിയോഗം അറിഞ്ഞ് ഈ രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഒരത്ഭുതം ഇന്ന് രാത്രി നിങ്ങൾ കാണും. ഇന്ന് രാത്രി ഞാനത് വിശ്വാസത്തോടെ പറയും, ഇന്ന് രാത്രി നിങ്ങൾ ആ അത്ഭുതം കാണും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിങ്ങൾ മറന്നു പോകരുത്, വിശ്വാസത്തിൽ ബലപ്പെടുക. അബ്രഹാമിനെ നിങ്ങൾ കണ്ടോ? ഞാൻ അതിനകത്ത് നമുക്ക് എല്ലാം അറിയാം. 11-ാം അധ്യായത്തിനകത്ത് ഒത്തിരി വാക്യങ്ങൾ എല്ലാം വിശ്വാസത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യങ്ങളാണ്. ഞാൻ അതിനകത്തേക്ക് ഇനി കൂടുതൽ പോകുന്നില്ല, സമയം നമുക്ക് അല്പം മിനിറ്റുകളേ ഉള്ളല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ കണ്ടോ, അബ്രഹാമിനെ നോക്കിയാൽ സ്തോത്രം, ഹല്ലേലൂയ, ഏകമകനെ സ്തോത്രം കൂടത്തിൽ നടത്തുമ്പോൾ, വിറകും കത്തിയായിട്ട് നടക്കുമ്പോഴും അബ്രഹാമിന്റെ അകത്ത് ആയിരക്കണക്കിന് ചോദ്യമുണ്ടായി. സ്തോത്രം, ഒരേ ഒരു തലമുറയല്ലേ? സ്തോത്രം. പക്ഷെ അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഹന്നയ്ക്ക് ഒത്തിരി നാളിരുന്ന് പ്രാർത്ഥിച്ചു കിട്ടിയ ഒരു കുഞ്ഞിനെ ആലയത്തിൽ സമർപ്പിക്കാൻ പോകുമ്പോൾ അവളുടെ ഹൃദയത്തിനകത്തും ഒരു ചോദ്യമുണ്ടായിരുന്നു. സ്തോത്രം, ഒരേ ഒരു കുഞ്ഞല്ലേ? സ്തോത്രം, ഇതിനെ കൊടുക്കണമോ? സ്തോത്രം, ഈ കുഞ്ഞിന്റെ കാര്യം ആര് നോക്കും? ഇവന്റെ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെ നടക്കും? ആയിരം ചോദ്യം അവളുടെ ഹൃദയത്തിനകത്തേക്ക് ഒരു തീയമ്പ് പോലെ കയറുമ്പോഴും അവൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. സ്തോത്രം, ഹല്ലേലൂയ. അവക്കറിയാം അവളുടെ ദൈവം വിശ്വസ്തനാ. ദാൻ മുതൽ ബേർശേബ വരെ, അന്ന് വരെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ശുശ്രൂഷകൾ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പട്ടണത്തിലെ ഭൂപ്പന്മാരൊക്കെ ഭയത്തോടെ എഴുന്നേറ്റ് നിന്ന് ആദരിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തൻ അവിടെ പുറത്തു വന്നു. സ്തോത്രം. എന്തുകൊണ്ടാ? ഒരു സഹോദരി വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ നിന്നതുകൊണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. കിണറ്റിന്റെ വക്കത്ത് സ്തോത്രം, ഒറ്റ ദൂത് കേട്ടതേ ഉള്ളൂ. ശമര്യക്കാരത്തി ഒറ്റ ദൂത് കേട്ടതേ ഉള്ളൂ. അടുത്ത നിമിഷത്തിൽ അവളിൽ നിന്ന് ഒരു പട്ടണം പുറത്തു വന്നു. സ്തോത്രം. അവൾ ഒരു പട്ടണത്തിലേക്ക് ഓടിച്ചെന്നു. അവളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കണ്ടോ, അവൾ ബൈബിൾ കോളേജിൽ പോയിട്ടില്ല, അവൾക്ക് ദൈവവചനത്തിന്റെ പാണ്ഡിത്യമില്ല, അവൾക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല. ഒറ്റ ദൂത് കേട്ട പരിചയം മാത്രമേ ഉള്ളൂ. ആ ദൂത് കേട്ട് മിനിറ്റുകൾക്കകത്ത് ഒരു പട്ടണത്തെ മുഴുവൻ യേശുവിന്റെ അടുക്കിലേക്ക് അവൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ്? അവളുടെ അകത്ത് വെളിപ്പെട്ട വിശ്വാസത്തിന്റെ ബലം. സ്തോത്രം. അവൾ കണ്ട അരുമനാഥന്റെ മഹത്വം. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞെന്റെ വാക്കുകൾ നിർത്തുമ്പോൾ ദൈവമക്കളെ, എനിക്ക് കൈമാറാൻ ഒറ്റ ദൂതേ ഉള്ളൂ. വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ബലപ്പെടുക. വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. ക്ഷീണിക്കാതിരിക്കുക. വിശ്വാസത്തിൽ ക്ഷീണിക്കാതിരിക്കുക. എന്താ വിശ്വാസത്തിൽ ക്ഷീണിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ? വിശ്വാസത്തിൽ ക്ഷീണിക്കാതിരിക്കണമെങ്കിൽ നമ്മളെപ്പോഴാണ് ക്ഷീണിക്കുന്നത്? സ്തോത്രം.
ഇനി അക്ഷരീക ക്ഷീണം നോക്കാം. ശരീരം എപ്പോഴാണ് ക്ഷീണിക്കുന്നത്? ആഹാരം കൊടുത്തില്ലെങ്കിൽ. സ്തോത്രം. 3 നേരം ആഹാരം കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ശരീരം ക്ഷീണിക്കും. ഞാൻ അത് തന്നെ പറയാം. സ്തോത്രം. നമ്മുടെ ഫെയ്ത്ത് എപ്പോഴാണ് ക്ഷീണിക്കുന്നത്? ആഹാരം കൊടുക്കണം. സ്തോത്രം. എന്താണ് ആഹാരം? ആത്മീയ ആഹാരം. സ്തോത്രം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത എത്ര അത്ഭുതങ്ങളുണ്ട്. എത്ര അത്ഭുതം. ദൈവം നിങ്ങളെ നടത്തിയ വഴികളെ ഒന്ന് ധ്യാനിച്ചാൽ മതിയല്ലോ നമ്മുടെ അപ്പനെ സ്തോത്രം ആമേ സ്തോത്രം ഉയർത്താൻ. ആമേൻ. ഞാൻ കർത്താവിന് നന്ദി പറയുക. സ്തോത്രം. ഹല്ലേലൂയ. ഒത്തിരി വാക്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. സ്തോത്രം. പക്ഷെ എനിക്കറിയാം, ഒരു വിത്ത് നിങ്ങളുടെ അകത്ത് കിളിർത്തിട്ടുണ്ട്. ഒരു വിത്ത് കിളിർത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യും. എല്ലാ കുഞ്ഞുങ്ങളും നശിപ്പിക്കപ്പെടുമ്പോൾ മോശേനെ മാത്രം ഞാങ്ങണപ്പെട്ടിക്കകത്ത് വെച്ചു. സ്തോത്രം. ആമേൻ. ആരെന്നറിയാമോ? അവനാ ഇസ്രയേലിന്റെ നായകനായി മാറിയേ. എവിടാ തുടങ്ങിയെന്നറിയോ? ഒരമ്മച്ചിയുടെ വിശ്വാസമാണ്. ഒത്തിരി കുഞ്ഞുങ്ങൾ അന്ന് ഛേദിക്കപ്പെട്ടു, ഒത്തിരി കുഞ്ഞുങ്ങൾ അന്ന് കൊല്ലപ്പെട്ടു, ഒത്തിരി പേരന്ന് തകർക്കപ്പെട്ടു. പക്ഷേ ഒരമ്മച്ചി അന്നത്തെ ഏത് സാഹചര്യത്തെയും അതിജീവിക്കുന്ന ഒരു വിശ്വാസം കാഴ്ചവെച്ചു. എൻ്റെ കുഞ്ഞിനെ കൊല്ലായിക നിമിത്തം ഞാൻ മരിക്കേണ്ടി വന്നാലും ഞാൻ കൊല്ലത്തില്ല. കൊല്ലരുത് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളിലുള്ള ദൈവപ്രവൃത്തിയെ നിങ്ങൾ നശിപ്പിക്കരുത്. നിങ്ങളുടെ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ നിയോഗത്തെ നശിപ്പിക്കരുത്. ആ നിയോഗത്തെ നശിപ്പിച്ചാൽ ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആ കുഞ്ഞിനെ വിശ്വാസത്തോടെ ഞാങ്ങണക്കിടയിൽ കൊണ്ടുവച്ചു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്താൽ മതിയെന്നേ. അത്രേ ചെയ്തുള്ളൂ. വലിയ സ്റ്റേജിലൊന്നും പോയി പ്രസംഗിക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. സ്തോത്രം. ചെറിയ കാര്യങ്ങളായിരിക്കും നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അത് ചെയ്താൽ മതി. അതിന്റെ റിസൾട്ട് ഭയങ്കരമാ. സ്തോത്രം. ലക്ഷക്കണക്കിന് ആൾക്കാരെ ആമേൻ പുറത്തു കൊണ്ടുവരാൻ അമ്മച്ചിയുടെ വിശ്വാസം. സ്തോത്രം. നമ്മൾ സാഹചര്യങ്ങളുടെ മുമ്പിൽ നിയോഗങ്ങളെ കൊല്ലുക. ഒരു മനസാക്ഷിയും ഇല്ലാതെ. മറ്റൊന്നും നമ്മൾ കൊല്ലുന്നില്ല. ആത്മീക കാര്യങ്ങളെ നമ്മൾ നശിപ്പിക്കുന്നുള്ളൂ. ആത്മീക കാര്യങ്ങൾക്കേ നമ്മൾ വില കൊടുക്കാതിരിക്കുന്നുള്ളൂ. സ്തോത്രം. മറ്റെല്ലാം നമ്മുടെ പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്. എല്ലാം വളരെ പ്രോപ്പറായിട്ട്, വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആത്മീക കാര്യങ്ങൾ, സ്തോത്രം, അത് പലപ്പോഴും ദൈവിക നിയോഗങ്ങൾ. ഞാൻ ഒരു കാര്യം കൂടെ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം. ഇത് അന്ത്യകാലഘട്ടമാണ്. ഒരു പക്ഷെ നിങ്ങൾ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയും, ഒരു 10 മിനിറ്റ് നിങ്ങൾ പോയിരുന്നു പ്രാർത്ഥിക്കുക. ഒരു പക്ഷെ നിങ്ങൾ ജോലി സ്ഥലത്തായിരിക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് മാറാൻ ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല. പക്ഷെ നിങ്ങൾ വിശ്വാസത്തോടെ ഒരല്പ നിമിഷം മാറി ആമൻ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ആമൻ സ്തോത്രം പറ. ആരും അറിയാതെ മനസ്സിലാണെങ്കിലും ഒരു 5 മിനിറ്റ് മാറി നിങ്ങൾ സ്തോത്രം പറ. അതൊരു ഭയങ്കര നിയോഗമാണ്. ഞാൻ ഇതെന്തിനാ പറയുന്നതെന്നറിയാമോ? പരിശുദ്ധാത്മാവിനോട് പറഞ്ഞതുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ ഭയങ്കരമായ സാന്നിധ്യം എനിക്ക് വന്നു. ഞാൻ അന്നേരം കിട്ടിയ ഒരു സൈഡിലേക്ക് വണ്ടി മാറ്റി നിർത്തിയിട്ട് ഗ്ലാസ് എല്ലാം ഉയർത്തി വെച്ചിട്ട് ഞാൻ കരഞ്ഞ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. സ്തോത്രം. അങ്ങനെ എനിക്കറിയത്തില്ല എന്തിനാ ദൈവം എന്നെ ഗൈഡ് ചെയ്യുന്നതെന്ന്. ഞാൻ കണ്ണുനീരോടെ അലറിക്കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് യൂറോപ്പിനെ വിട്ടുതരാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആമേൻ. ഒരു 10 മിനിറ്റേ ഞാൻ അവിടെ പ്രാർത്ഥിച്ചുള്ളൂ. കരഞ്ഞ് നിലവിളിച്ച് ഞാൻ യൂറോപ്പിന് വേണ്ടി ഇടിവിൽ നിന്നു. സ്തോത്രം. കർത്താവേ, ഒത്തിരി അഭിഷിക്തന്മാര് ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന പട്ടണങ്ങളാണിത്. ഈ പട്ടണത്തെ ഞങ്ങൾക്ക് മടക്കി തരണമേ. സ്തോത്രം. എനിക്കറിയാം അത് ദൈവം ആ റൈറ്റ് ടൈമിന് തന്നെ ഇരുത്തിയതാ. നിങ്ങൾക്ക് ഇതുപോലെ ചില നിയോഗങ്ങൾ, ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും വിഷയങ്ങൾക്കകത്ത് ഇൻവോൾവ് ആയിരിക്കാം. പക്ഷെ അതിനകത്ത് നിങ്ങൾ ആത്മാവിൽ സ്തോത്രം പറ, ആത്മാവിൽ പ്രാർത്ഥിക്കുക. അല്പസമയം അതൊരു നിയോഗമാ. ആ നിയോഗത്തെ നിങ്ങൾ കൊല്ലരുത്. അതൊരു നിയോഗമാ. അതൊരു വലിയ ദൈവപ്രവൃത്തിയുടെ ഒരു പ്രധാന മേഖലയാണ്. അത് നിങ്ങൾ നശിപ്പിക്കരുത്.
അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരും. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.